ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ സ്നേഹം വിളഞ്ഞ വയലയിലകൾ. ലേഖയും കൊച്ചുമോനും വൈകുന്നേരം അമ്പലത്തിൽ പോയി. അത് കാത്തിരിക്കുകയായിരുന്നു വാസവൻ. അവർ കടന്നുപോയ ഉടൻ അയാൾ പീടികയിൽ നിന്നും വേഗം ഇറങ്ങി വീട്ടിലെത്തി. ചെറിയമ്മ അടുക്കളയിലായിരുന്നു. നന്ദിനി ആരുമില്ലാത്ത നേരത്ത് ഹരിഹരൻ്റെ കുറിപ്പെടുത്ത് നോക്കുകയായിരുന്നു. പുറകിൽ നിഴലണങ്ങിയതുപോലെ തോന്നിയപ്പോൾ നന്ദിനി മുഖം വെട്ടിത്തിരിച്ചു നോക്കി. ചെകുത്താൻ പല്ലിളിച്ചുകൊണ്ട് തൊട്ടുപിന്നിൽ. കാലൊച്ച കേൾപ്പിക്കാതെ ഈ കാടൻ പൂച്ച എങ്ങനെ മുറിക്കുള്ളിൽ കിടന്നു? നന്ദിനിക്ക് കയ്യിലിരുന്ന കവർ ഒളിപ്പിക്കാൻ പോലും അവസരം കിട്ടിയില്ല. അതിനു മുൻപേ വാസവൻ അത് പിടിച്ചു വാങ്ങി. അയാളത് തിരിച്ചും മറിച്ചും നോക്കി. എൻ്റെ നന്ദിനിക്കുട്ടിക്ക് ഏത് നായിൻ്റെ മോനാടി? അയാൾ കടലാസെടുത്ത് നിവർത്തി വായിച്ചു. ഒടുവിൽ കലിപൂണ്ട് അത് നുള്ളിക്കീറി അവളുടെ മുഖത്തേക്കെറിഞ്ഞു. അവൻ ചത്തില്ലയോടി? കിട്ടിയതൊന്നും അവന് പോരാ അല്ലേടി? അവൻ്റെ അമ്മയുടെ ഒറ്റയടിപ്പാത. അങ്ങോട്ട് ചെല്ലടി. അവന് നിന്നെ വേണമെന്ന്, സ്നേഹിച്ചുകൊണ്ടിരിക്കണമെന്ന്. ഞാൻ മരമണ്ടൻ, ചെലവിന് കൊടുക്കാൻ, കൊണ്ടുപോയി സുഖിക്കാൻ വല്ലവനും. ഇനി ഇത് നടക്കുകയല്ലടി. ഒരുത്തി എന്നെ കളിപ്പിച്ചും കുളിപ്പിച്ചും പാളയിൽ കിടത്തി. ഇനി അത് നടക്കുകയല്ലടി. നന്ദിനിയെ അയാൾ കയറിപ്പിടിച്ചു. അവൾ കുതിറിയപ്പോൾ പിന്നോക്കം തള്ളിക്കൊണ്ടുപോയി ചുമരിൽ ചാരി നിർത്തി. നന്ദിനി ചെറിയമ്മയെ വിളിച്ചു കരഞ്ഞു. അടുക്കളയിൽ നിന്ന ചെറിയമ്മ നിലവിളി കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. നന്ദിനി വാസവനെതിരെ ശക്തിയായി കുതിറുകയും ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. വാസവന് ഇരട്ടിക്കരുത്തായിരുന്നു. രണ്ടും കൽപ്പിച്ചാണ് അയാൾ ആക്രമണം തുടങ്ങിയത്. നന്ദിനിയുടെ ചെറുത്തുനിൽപ്പ് ദുസ്സഹമായപ്പോൾ അയാൾ അവളുടെ തല പിടിച്ച് ചുമരിലിടിച്ചു. നന്ദിനിക്ക് പിന്നെ ഒന്ന് നിലവിളിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആരോ പൊക്കിയെടുത്ത് അതിവേഗം വട്ടം ചുറ്റുന്നതുപോലെ ഒരു തോന്നൽ. കണ്ണുകൾ ഇരുണ്ടുപോയി. അവൾ മയങ്ങി വീണു. അമ്മയെന്ന നിലവിളി. പിന്നെ ശബ്ദമൊന്നുമില്ല. ചെറിയമ്മ ചെന്നു നോക്കുമ്പോൾ തല പൊട്ടി ചോരയൊലിക്കുന്നു. വാസവൻ ആ അവസ്ഥയിലും അവളെ പ്രാപിക്കാനുള്ള ഒരുക്കത്തിലും. അയാൾ അവളെ വലിച്ചിഴച്ച് വാതിൽക്കൽ നിന്നും മാറ്റി. അവളുടെ വസ്ത്രങ്ങൾ അഴിക്കാനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴാണ് ചെറിയമ്മ എത്തി നോക്കിയത്. നിനക്കിവിടെ എന്താടി കാര്യം? അവളെ കൊന്നോ മഹാഭാവി? കൊന്നാൽ എന്താടി? ഞാനല്ലേ ചെലവിന് കൊടുക്കുന്നത്? ചെറിയമ്മ ഓടിച്ചെന്ന് നന്ദിനിയുടെ തലയ്ക്ക് പിടിച്ചു നോക്കി. മുടി നിറയെ ചോര ഇഴുകി പിടിച്ചിരിക്കുന്നു. തറയിലൂടെ വലിച്ചിഴച്ചപ്പോൾ ഉണ്ടായ ചോരപ്പാടുകളും. എഴുന്നേറ്റ് പോടി. വാസവൻ ചെറിയമ്മയെ പിടിച്ച് ഒരു തള്ളു തള്ളി. അവർ നിലത്ത് മറിഞ്ഞു വീണു. അവർ ഉരുണ്ടുപിരണ്ടെണീറ്റിട്ട് ആക്രോശിച്ചു. മഹാഭാവി, അതിന് ജീവനുണ്ടെന്ന് നോക്കിക്കേ. നിന്നോടാ പറഞ്ഞത് അപ്പുറത്തു പോകാൻ. ഈ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്ഷേ അവർ പോകാൻ കൂട്ടാക്കിയില്ല. വാസവൻ കോപാന്തനായി ചെറിയമ്മയുടെ നേർക്ക് തിരിഞ്ഞു. അവർ തമ്മിലായി ഉന്തും തള്ളും. വാസവൻ അവരെ ഉന്തിത്തള്ളി വെളിയിലാക്കി വാതിലടച്ചു. എന്നിട്ട് ഒറ്റപ്പാളി വാതിലിൽ ചാരി നിന്നു. ചെറിയമ്മ പോയി ഒരു അലുമിനിയം ചെരുവത്തിൽ വെള്ളവുമായി വന്നു. വാസവൻ വീണ്ടും നന്ദിനിയെ സമീപിച്ച് അവളെ വ്യവസ്ഥയാക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. ചെറിയമ്മ ഒറ്റപ്പാളി വാതിൽ തള്ളി തുറന്ന് മുറിക്കുള്ളിൽ കിടന്നപ്പോൾ നീ പിന്നെയും വന്നോടി എന്ന് ഗർജിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. ചെറിയമ്മ അത് ഗൗനിക്കാതെ നന്ദിനിയുടെ മുഖത്ത് വെള്ളം കുടിഞ്ഞു. ബാക്കിയുണ്ടായിരുന്നത് മുഴുവൻ അവളുടെ മുറിവിലേക്ക് ഒഴിക്കുകയും ചെയ്തു. വാസവൻ പാത്രം തൊഴിച്ച് തെറിപ്പിച്ചു. പിന്നെ ചെറിയമ്മയുടെ മുടിക്ക് പിടിച്ച് വാതിൽക്കലേക്ക് വലിച്ചിഴച്ചു. ഇതിനിടയിൽ നന്ദിനി ഉണർന്നു. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല. ശിരസും ചുമലും മുഖവുമെല്ലാം നനഞ്ഞിരുന്നു. ചെറിയമ്മയും വാസവനും തമ്മിലുള്ള മൽപ്പിടുത്തം കണ്ട് അവൾ എഴുന്നേറ്റു. തല പൊട്ടിപ്പിളരും പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. വാസവൻ ചെറിയമ്മയെ മുറിക്ക് വെളിയിലാക്കി കുറെ ചവിട്ടി. തടസ്സം പിടിക്കാൻ ചെന്ന നന്ദിനിയെയും അയാൾ തൊഴിച്ചു. ചീത്ത വിളിച്ചലറിക്കൊണ്ട് അയാൾ സ്വന്തം മുറിയിലേക്ക് പിൻവാങ്ങി. ഷർട്ടെടുത്തിട്ട് കൊണ്ടുവന്ന് വീണ്ടും നന്ദിനിയെയും ചെറിയമ്മയെയും കുറെ പുലഭ്യം പറഞ്ഞു. എല്ലാറ്റിനെയും കൊന്ന് കുഴിച്ചു മൂടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ ഇറങ്ങിപ്പോയി. ലേഖയും കൊച്ചുമോനും അമ്പലത്തിൽ നിന്ന് മടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോഴും കമൻറ്റുകൾ. ഓരോരുത്തരുടെയും കമൻറ്റിന് ലേഖ തിരിഞ്ഞു നിന്ന് എതിരാളിയുടെ നാവടയും വിധം മറുപടി കൊടുത്തു. കലിങ്കനടുത്തെത്തിയപ്പോൾ ഒരുത്തൻ ചോദിച്ചു, ഇപ്പോഴെവിടാടി ബിസിനസ്? ദൂരെ എങ്ങാണ്ടാണെന്ന് കേട്ടല്ലോ. കോളാണോടി? അത്ര ദൂരെയൊന്നുമല്ല, ലേഖ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. കോളാണോന്ന് നിന്റെ അമ്മയോടും പെങ്ങളോടും ചോദിച്ചാലറിയാം. ഞങ്ങൾ പങ്കുകാരാ. പിന്നെ ശബ്ദമൊന്നും ഉണ്ടായില്ല. അവർ വീട്ടിലെത്തി. ചെറിയമ്മ നന്ദിനിയുടെ ശിരസിലെ മുറിവ് കെട്ടുകയായിരുന്നു. എന്താ സംഭവിച്ചത്? എന്താ ചേച്ചി? ലേഖ ചോദിച്ചു. നന്ദിനി കരയാൻ തുടങ്ങി. ചെറിയമ്മ നടന്നത് മുഴുവൻ വിശദീകരിച്ചു. ലേഖ പല്ലിറുമിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവനിങ്ങോട്ട് വരട്ടെ, ആ പിശാച്. ഒരാൾ കൂടി ഈ കുടുംബത്തിൽ നിന്ന് തൂക്കുമരം കയറേണ്ടി വന്നാലും വേണ്ടില്ല. കൊച്ചുമോനെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിന്നു.
എങ്കിലും അവൻ്റെ കണ്ണുകൾ കത്തിയാളിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖം ചുവന്നിരുണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന നിലയിലായിരുന്നു. അവൻ ഒരക്ഷരം ഉരിയാടാതെ അകത്തേക്ക് പോയി. കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് അവൻ ഏതാനും ചാൽ മുറിയിലൂടെ നടന്നു. കാണെ അവൻ്റെ മുഖം മുറുകി മുറുകി വന്നു. ചേച്ചിയുടെ ശിരസിലെ ചോര പുരണ്ട തറയിലൂടെ അവൻ പലവട്ടം പാദം അമർത്തിയൂന്നി നടന്നുപോയി. പിന്നെ അവൻ തൻ്റെ പൊളിഞ്ഞ തകരപ്പെട്ടിയുടെ മൂടി തുറന്ന് തുരുമ്പെടുത്ത് നിറം പോലും മാറിപ്പോയ ഖടാരിയെടുത്ത് തിരിച്ചു മറിച്ചു നോക്കി. അതൊരു കടലാസിൽ പൊതിഞ്ഞു. വീടിൻ്റെ പിൻഭാഗത്തുകൂടി ഇറങ്ങി അവൻ റോഡിലേക്ക് നടന്നു. ഗ്രാമത്തിനു മീതെ സന്ധ്യ ഇരുണ്ടു തുടങ്ങിയിരുന്നു. കൊച്ചുമോൻ കലുങ്കം കടന്ന് കടയുടെ മുൻപിലെത്തി. വാസവൻ മൂക്കറ്റൻ ചാരായം വലിച്ചു കയറ്റിയിട്ട് ബെഞ്ചിലിരിപ്പുണ്ട്. കൊച്ചുമോൻ വരുന്നത് കണ്ട് അയാൾ അട്ടഹസിച്ചു. എവിടേക്കാടാ നായിൻ്റെ മോനെ? ഇവിടം വരെ വന്നതാ, അവൻ ശാന്തനായി പറഞ്ഞു. കയ്യിലെന്തുവാടാ പൊതി? തരാൻ കൊണ്ടുവന്നതാ. കൊച്ചുമോൻ കടത്തിണ്ണയിലേക്ക് കയറി. പൊതി എന്തെന്നറിയാൻ കടയിലും മുറ്റത്തുമുള്ളവർ ആകാംക്ഷയോടെ നോക്കി. വാസവൻ പൊതിക്കു വേണ്ടി കൈ നീട്ടി. തൊട്ടടുത്ത് ചെന്ന കൊച്ചുമോൻ ആ കൈ പിടിച്ചു മാറ്റിയിട്ട് കടലാസ് കൊണ്ട് പൊതിഞ്ഞ കഠാര അതേപടി വാസവൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. രാത്രിയിൽ ഭയങ്കരമായി പേടിച്ചിട്ടെന്ന പോലെ അവൻ അലറിക്കരയുകയും ചെയ്തു. കഠാരയുടെ പിടിയോളം കടലാസ് പിന്നോട്ട് ചുരുങ്ങിപ്പോന്നു. കഠാര പിടിവരെ മാംസത്തിലേക്ക് ചീന്തിക്കയറിപ്പോയി. കൊച്ചുമോൻ നിലവിളിച്ചുകൊണ്ട് തന്നെ കഠാര വലിച്ച് രണ്ടാമതും കുത്തി. ഇത്തവണ കത്തിമുന അകത്തേക്ക് പോകാതെ എല്ലിൽ തടഞ്ഞു നിന്നു. അവൻ വേഗം കത്തി പിന്നോട്ടെടുത്ത് വയറ്റിൽ 2 കുത്തുകൂടി കുത്തി. വാസവൻ ചാവാൻ പോകുന്ന മൃഗത്തെപ്പോലെ അമറിക്കൊണ്ട് കടത്തിണ്ണയിലെ ബെഞ്ചിൽ നിന്നും മുറ്റത്തേക്ക് മറിഞ്ഞു വീണു. കടലാസിൽ പൊതിയപ്പെട്ട ചോരയിൽ മുങ്ങിയ കഠാരപ്പിടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൊച്ചുമോൻ മുറ്റത്തേക്ക് ചാടി. ഞാൻ കൊന്നു, കൊന്നു, അവൻ നിലവിളിച്ചുകൊണ്ട് റോഡിലൂടെ ഓടി. ഞാൻ അവനെ കൊന്നു, ആ ചെകുത്താനെ. റോഡിൻ്റെ വളവിനപ്പുറം ഇരുട്ടിൽ നിന്ന് ഒരു തവണ കൂടി ആ നിലവിളി കേട്ടു. കടയിലും മുറ്റത്തുമുള്ളവർ സ്തബ്ധരായി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. എല്ലാം ഞൊടിയിടകൊണ്ട് കഴിഞ്ഞു. വാസവൻ അപ്പോഴും മണ്ണിളകിയ കടമുറ്റത്ത് പിടഞ്ഞടിച്ച് ചോര തെറിപ്പിച്ചുകൊണ്ടിരുന്നു. ചിലർ ആ രംഗം കാണാൻ കഴിയാതെ റോഡിലേക്ക് കയറി. വേറെ ചിലർ കടയ്ക്കുള്ളിലേക്കും വലിഞ്ഞു. അധ്യായം 14. സന്ധ്യ ശരിക്കും ഇരുണ്ടു. നന്ദിനി പൂമുഖത്ത് വിളക്ക് കൊളുത്തുവെച്ചു. ലേഖ വിളിച്ചു ചോദിക്കുന്നത് കേട്ടു. കൊച്ചുമോൻ എന്തിയ ചെറിയമ്മേ? ഞാൻ കണ്ടില്ല, അവിടെ ഇല്ലേ? ഇല്ലല്ലോ. കൊച്ചുമോനെ, എടാ കൊച്ചുമോനെ. ലേഖ അവനെ വിളിച്ചുകൊണ്ട് മുറിയിലും മുറ്റത്തും നടന്നു. അവനെവിടെ പോയി? റോഡിലേക്കെങ്ങാൻ പോയതാണോ? നന്ദിനി സംശയിച്ചു. ചേച്ചി കണ്ടോ? ഇല്ല, അല്ലെങ്കിലും പറയാതെ പോകുന്നതല്ലല്ലോ. അപ്പോൾ താഴെ റോഡിൽ നിന്നും വലിയ ബഹളം കേട്ടു. ആൾക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ. ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുന്നു. വാസവേട്ടനെ കൊച്ചുമോൻ കുത്തിക്കൊന്നേ. ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചു. ലേഖയുടെ മുഖവും പ്രേതത്തെ കണ്ട പോലെ പേടിച്ചു വിളറി. ആരോ ഇരട്ടത്തുകൂടി വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറി വരുന്നു. മുറ്റത്ത് കയറും മുൻപേ ചെറിയമ്മയോടായി പറഞ്ഞു, വാസവേട്ടനെ കുത്തിക്കൊന്നു കൊച്ചുമോൻ. അത് പറഞ്ഞിട്ട് അയാൾ താഴേക്കിറങ്ങി ഓടി. നന്ദിനിയുടെ കൈകാലുകൾ തളർന്നു. അവൾ വിറച്ചുകൊണ്ട് നിലത്തിരുന്നു. ലേഖയ്ക്ക് മാത്രമേ ചലിക്കാനുള്ള ശക്തി കിട്ടിയുള്ളൂ. അവളൊരു യന്ത്രപ്പാവയെപ്പോലെ പതുക്കെ പതുക്കെ താഴേക്കിറങ്ങിപ്പോയി. നെഞ്ചിൻ്റെ കിടുക്കം അവൾക്ക് കേൾക്കാമായിരുന്നു. കാലുകൾ ഇടറുന്നു. അത് സത്യമാണോ? കൊച്ചുമോൻ അത് ചെയ്തുവോ? ഉൾക്കിടലങ്ങളുടെ പരമ്പര. ഈശ്വര, സത്യമായിരിക്കരുതേ. വാസവൻ ചാവുന്നതിലുള്ള ദുഃഖമല്ല, കൊച്ചുമോൻ്റെ ഭാവി തൊലയുന്നതിലുള്ള വേദനയാണിത്. ചെറിയമ്മ എന്തൊക്കെയോ നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ചുഴലിക്കാറ്റ് പോലെ ഇരുട്ടിലൂടെ അവളെ കടന്ന് താഴേക്ക് പോയി. ലേഖ അടുത്ത പറമ്പിൻ്റെ മൂലയ്ക്കൽ ചെന്ന് നിന്ന് നോക്കി. ആൾക്കൂട്ടം കാരണം ഒന്നും ശരിക്ക് കണ്ടുകൂടാ. പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് ബ്രേക്കിട്ടു. ആൾക്കൂട്ടം നാനാവശത്തേക്കും ചിതറിയോടി. ചോരയിലും മണ്ണിലും നനഞ്ഞ് വാസവേട്ടൻ കിടക്കുന്നത് കണ്ടു. അനക്കമൊന്നുമില്ല. പോലീസുകാർ ആളുകളെ വിരട്ടുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു. ഒടുവിൽ വാസവൻ്റെ ശരീരം കയറ്റി ജീപ്പ് മടങ്ങിപ്പോയി. SIയും ഏതാനും പോലീസുകാരും കടയുടെ മുറ്റത്ത് അവശേഷിച്ചു. അവർ വീടിന് നേർക്ക് വരുന്നത് ലേഖ കണ്ടു. ലേഖ വേഗം കയറിപ്പോന്നു. പോലീസ് വീട്ടിലേക്ക് ഇരച്ചു കയറി വരുന്നത് കണ്ട് നന്ദിനി ഞെട്ടി എഴുന്നേറ്റു. ലേഖയും എഴുന്നേറ്റു. ചെറിയമ്മ പോലീസുകാരുടെ പിറകെ കയറി വരുന്നുണ്ടായിരുന്നു. SI നന്ദിനിയെയും ലേഖയെയും മാറി മാറി നോക്കി. എവിടെടി അവൻ, നിന്റെയൊക്കെ ആങ്ങള? നന്ദിനിയും ലേഖയും പകച്ചു നിന്നു. അവനെവിടെയാണെന്ന്. നന്ദിനി ഭയം കൊണ്ട് ഇപ്പോൾ കുഴഞ്ഞു വീഴുമെന്നായി. ഞങ്ങൾക്കറിയില്ല, ലേഖ പറഞ്ഞു. അറിയില്ലേടി കൂത്തിച്ചി, എവിടെയാടി അവനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ലാത്തി കൊണ്ട് അയാൾ ലേഖയുടെ നെഞ്ചിൽ കുത്തി. ലേഖ പിന്നോക്കം മാറി നിന്നു.
കൊച്ചുമോൻ ഇവിടെ വന്നില്ല. അവനെ കാണാഞ്ഞ് അന്വേഷിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് താഴെ ബഹളം കേട്ടതും വിവരമറിഞ്ഞതും. അവനിങ്ങോട്ട് വന്നില്ലേ? ഇല്ല. നീ എന്താടി മിണ്ടാത്തത്? നിനക്കറിയാമോടി അവനെവിടെയാണെന്ന്? പോലീസ് നന്ദിനിയുടെ നേർക്ക് തിരിഞ്ഞു. ലാത്തിയുടെ അറ്റം അവളുടെ പൊക്കിൾ ചുഴിയിൽ ചുഴറ്റിക്കൊണ്ട് അയാൾ അലറി. നീയല്ലേടി അവനെ ഒളിപ്പിച്ചത്? നന്ദിനി ഭയം കൊണ്ട് മോഹാലസ്യപ്പെട്ടു വീണു. കയറി നോക്കിൻ. SI ആജ്ഞാപിച്ച ഉടൻ പോലീസ് അകത്തെല്ലാം തിരഞ്ഞു. സാധനങ്ങളെല്ലാം തട്ടിമറിച്ചു. ഒടുവിൽ കണ്ടില്ലെന്ന് കൈമലർത്തി ഇറങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ ലേഖ മുഖത്ത് വെള്ളം തെളിച്ച് നന്ദിനിയെ ഉണർത്തി. എഴുന്നേറ്റയുടൻ അവൾ ദീനമായി കരയാൻ തുടങ്ങി. നിങ്ങളല്ലേടി അവന് ആയുധം കൊടുത്തയച്ചത്? അല്ല, ലേഖ പറഞ്ഞു. അവനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് നിങ്ങളല്ലേ? അല്ല, കുത്തേറ്റയാൾ തന്നെയാണ്. ഷൈൻ ചെയ്യുന്നോടി. കയറടി വണ്ടിയിൽ. മൂന്നും കയറ്. നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിച്ചേക്കാം. അവൻ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ 3 പേരും നാളെ വെളിച്ചം കാണുകയല്ല. ലേഖ കൂസാതെ നിന്നു. വണ്ടിയിൽ കയറാൻ പറഞ്ഞത് കേട്ടില്ലേടി? ഞങ്ങളെന്തിനാ സാർ വണ്ടിയിൽ കയറുന്നത്? കൊലപാതകം ചെയ്തത് ഞങ്ങളല്ല. ഞങ്ങളാ സമയത്ത് അവിടെയില്ലായിരുന്നു. കൊന്നവൻ എവിടേക്കോ ഓടിപ്പോയി. അതിന് ഞങ്ങളെ വണ്ടിയിൽ കയറ്റിയാൽ എന്താ ഗുണം? ലേഖ പറഞ്ഞു. കയറടി കൂത്തിച്ചിമോളെ. SI അലറി. ഈ രാത്രിയിൽ ഏതായാലും ഞങ്ങൾ പോലീസ് വണ്ടിയിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ വനിതാ പോലീസ് വരട്ടെ. സാറ് ബലമായിട്ട് കസ്റ്റഡിയിലെടുക്കാനാണെങ്കിൽ അത് നടക്കട്ടെ. ഞങ്ങളെ അപമാനിച്ചതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ലേഖ രണ്ടും കൽപ്പിച്ചായിരുന്നു. രാത്രിയിൽ ഇവരോടൊപ്പം പോയാൽ ഇവർ അപമാനിക്കും, തീർച്ച. അതിനിട കൊടുക്കരുത്. അല്പം മർദ്ദനമേറ്റാലും വേണ്ടില്ല. ലേഖയെ പോലീസ് ബലമായി പിടിച്ചു വലിച്ചിഴച്ച് ജീപ്പിനടുത്തുവരെ കൊണ്ടുപോയി. ഇടയ്ക്ക് ലാത്തി കൊണ്ടുള്ള അടിയും കുത്തും നെഞ്ചിൽ ചവിട്ടുമേറ്റു. നന്ദിനിയും ചെറിയമ്മയും കരഞ്ഞുകൊണ്ട് ജീപ്പിനടുത്തുവരെ ചെന്നു. നേരം വെളുക്കട്ടെടി, നിന്നെയൊക്കെ പൊക്കിക്കൊള്ളാമെടി. SI അവളെ വിട്ടിട്ട് ജീപ്പിൽ കയറിപ്പോയി. ലേഖയെ താങ്ങിപ്പിടിച്ചാണ് നന്ദിനിയും ചെറിയമ്മയും കൂടി വീട്ടിലെത്തിച്ചത്. മർദ്ദനത്തിൽ അവർക്കും പരുക്കുകളേറ്റിരുന്നു. വീട്ടിലെത്തിയ ശേഷം ലേഖ പറഞ്ഞു, കുറച്ച് തല്ലുകൊണ്ടാലും വേണ്ടില്ല. അവന്മാരുടെ കൂടെ പോകേണ്ടി വന്നില്ലല്ലോ. പോലീസിന് ഈ രാത്രിയിൽ നമ്മളെ പിടിച്ചോണ്ട് പോകേണ്ട കാര്യമെന്താ? അവർക്ക് അപമാനിക്കണം. ആ പൂതി നടക്കാത്തതിൻ്റെ ദേഷ്യം തീർത്തതാ എന്നോട്. അവളുടെ മുഖത്ത് SI അടിച്ച പാട് ചുവന്നു തിണർത്തു. ലാത്തിയടിയേറ്റ് അവളുടെ തോളിന് നീര് വെച്ചിരുന്നു. മൽപ്പിടുത്തത്തിൽ ബ്ലൗസ് കീറിപ്പോയി. വീണുകിടന്നപ്പോൾ നെഞ്ചിൽ ഷൂസിട്ട് ഞെരിച്ചതിൻ്റെ കഠിനവേദനയും. പക്ഷേ ലേഖയെ അതൊന്നും കാര്യമായി അലട്ടിയില്ല. താഴെ റോഡിൽ അപ്പോഴും വെളിച്ചവും ആൾക്കൂട്ടവും കാണാമായിരുന്നു. അകലെയുള്ള ആളുകൾ വിവരമറിഞ്ഞ് എത്തുന്നതേയുള്ളൂ. ടോർച്ചുകളുടെ പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരുന്നു. റോഡിൽ നിന്ന് സംഭാഷണ ശകലങ്ങൾ കേൾക്കാം. എല്ലാവരും വാസവൻ്റെ വീടിനെയും അവിടുത്തെ പെണ്ണുങ്ങളെയും ശപിക്കുകയാണ്. ആ പെണ്ണുങ്ങൾ നിമിത്തമാണല്ലോ ദുരന്തമുണ്ടായത്. നമ്മുടെ കരയ്ക്കുകൂടി അപമാനമായി. മാനം മര്യാദയ്ക്ക് എത്ര കുടുംബങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു വന്ന കരയായത്. ഈ പെണ്ണുങ്ങൾ വന്ന് എല്ലാം കലക്കി. സമാധാനമില്ലാതായി. അടിപിടിയും പോലീസ് കേസുമുണ്ടായി. ഒടുവിലിതാ കൊലപാതകവും. ഒരുത്തൻ പറഞ്ഞുകൊണ്ടിരുന്നു, അവറ്റകൾ മോശമാണെന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാറ്റിനെയും തല്ലിയൊടിച്ച് ആ വീടിന് തീയും കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ കരയിൽ സമാധാനമുണ്ടായേനെ. ആ ചെറുക്കനെ കിട്ടിയില്ലല്ലോ. അവൻ എവിടെ പോയി ഒളിച്ചു? എവിടെ പോകാനാ? നാളെ ഉച്ചയാകുന്നതിന് മുൻപ് പോലീസ് അവനെ പൊക്കും. പിടിച്ചിട്ട് എന്താ ചെയ്യാൻ? തൂക്കിക്കൊല്ലാൻ ഒക്കുകയല്ലോ. പ്രായപൂർത്തിയായില്ല ചെറുക്കന്. ജീവപര്യന്തം കിട്ടും. നാട്ടുകാർ ഉറക്കം വിളിച്ചിരുന്ന് ചർച്ച ചെയ്തു. നന്ദിനിയും ലേഖയും ചെറിയമ്മയും ഉറങ്ങിയില്ല. അവർക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല. ഈ രാത്രി അവസാനിക്കരുതേ എന്ന് നന്ദിനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാളെ പ്രഭാതമായാൽ പോലീസ് എത്തും. തങ്ങളെ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഒരുപക്ഷെ ക്രൂരമായി മർദ്ദിച്ചേക്കാം. രാത്രിയിൽ ചെല്ലാതിരുന്നതിൻ്റെ പക മുഴുവൻ തീർക്കും അവർ. അതിനേക്കാൾ പേടി കൊച്ചുമോൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്. നാളെ ഏതായാലും പോലീസ് അവനെ പിടികൂടും, തീർച്ച. അവൻ എങ്ങോട്ട് പോകാനാണ്? എവിടെ ഒളിച്ചിരിക്കാൻ? പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവനെ തല്ലിച്ചതയ്ക്കും. അവൻ്റെ ഭാവി അതോടെ തകരും. പ്രഭാതമാകുവോളം അവർ നെഞ്ചിൽ തീയുമായി ഉറക്കം വിളിച്ചിരുന്നു. നേരം വെളുത്തതോടെ ഭീതി വർദ്ധിച്ചു. ഏതു നിമിഷവും പോലീസ് വരും. കൊച്ചുമോനെ പിടികൂടിയെന്ന വാർത്ത ഏതു നിമിഷവും കേൾക്കാം. അവൻ ഈ ദേശം വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിരുന്നെങ്കിൽ പോലീസിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ദിക്കിലേക്ക്. 10 മണിയായി. പുതിയ വർത്തമാനമൊന്നും കേട്ടില്ല. കലിങ്കിൽ പതിവിലിരട്ടി ആൾക്കൂട്ടമുണ്ട്. ലേഖ ഒരു തവണ റോഡ് വക്ക് വരെ ഇറങ്ങിച്ചെന്നു. പോലീസുകാരെ കണ്ടപ്പോൾ അവൾ വേഗം കയറിപ്പോന്നു. പോലീസ് പക്ഷേ ആ വീട്ടിലേക്ക് വന്നതേയില്ല. ഏതാനും കോൺസ്റ്റബിൾമാർ കത്തിക്കുത്ത് നടന്ന സ്ഥലം പരിശോധിക്കുകയും ടേപ്പ് കൊണ്ട് അളക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
കത്തിക്കുത്തു നടക്കുമ്പോൾ കടയിലുണ്ടായിരുന്നവരുടെ പേര് ഒരു കോൺസ്റ്റബിൾ എഴുതിയെടുത്തു. കൃത്യം കണ്ടവരിൽ ചിലരെ ചോദ്യം ചെയ്യുകയുമുണ്ടായി. പോലീസ് പോയി കഴിഞ്ഞപ്പോൾ ലേഖ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴാണ് അറിയുന്നത് വാസവൻ മരിച്ചിട്ടില്ലത്രേ. ലേഖ ഓടിവന്ന് നന്ദിനിയെയും ചെറിയമ്മയെയും വിവരം ധരിപ്പിച്ചു. ഇതാര് പറഞ്ഞു? പോലീസ് ശവമ കൊണ്ടുപോയതെന്നാണല്ലോ എല്ലാ മനുഷ്യരും പറഞ്ഞത്. ചെറിയമ്മ തർക്കിച്ചു. പക്ഷെ മരിച്ചില്ലെന്ന് കേൾക്കുന്നു. ചെറിയമ്മ റോഡിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നേ. സത്യമാണോ ലേഖേ? നന്ദിനി ചോദിച്ചു. അതേ ചേച്ചി, വെറുതെയാണോ പോലീസ് നമ്മളെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമൊന്നും വരാഞ്ഞത്? ഇപ്പം തോന്നുകയാ അയാൾ ചത്താ മതിയായിരുന്നെന്ന്. ജീവിച്ചിരിക്കണ്ടായിരുന്നു. ചെറിയമ്മ പിറുപിറുത്തുകൊണ്ട് താഴേക്കിറങ്ങിപ്പോയി. നന്ദിനിക്ക് പാതി ആശ്വാസമായതുപോലെയായിരുന്നു. വാസവേട്ടൻ മരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി പോലീസിനെ ഭയക്കേണ്ടല്ലോ. അതുമാത്രമല്ല, കൊച്ചുമോൻ്റെ കാര്യത്തിലും പേടിക്കേണ്ട. ഇനി അവനെ പിടികൂടാൻ പോലീസ് ശുഷ്കാന്തി കാണിക്കില്ലെന്നൊരു തോന്നൽ. അഥവാ പിടികൂടിയാൽ തന്നെയും അവന് കിട്ടാവുന്ന ശിക്ഷ അത്ര കഠിനമായിരിക്കില്ലെന്നും അവൾക്ക് തോന്നി. പക്ഷേ വാർത്ത സത്യമാണോ എന്ന നിശ്ചയമില്ല. ശരിക്കും വാസവേട്ടൻ ജീവിച്ചിരിപ്പുണ്ടോ? അതോ ആളുകൾ വെറുതെ പറയുന്നതോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? ഏതെങ്കിലും ആശുപത്രിയിലായിരിക്കാനേ വഴിയുള്ളൂ. ചെറിയമ്മ തിരിച്ചു വരുമ്പോൾ ശരിയായ വിവരം അറിയാം. കുറെ കഴിഞ്ഞപ്പോൾ ചെറിയമ്മ കയറി വന്നു. ചത്തിട്ടില്ല, അവർ നിരാശയോടെ പറഞ്ഞു. വാസവൻ ഗുരുതരാവസ്ഥയിൽ ജില്ലാ ആശുപത്രിയിൽ കിടക്കുകയാണത്രേ. രക്തം കുറേയധികം നഷ്ടപ്പെട്ടതാണ്. മുറിവിനേക്കാൾ മാരകമായത്. ഡോക്ടർമാർ കിട്ടാവുന്നത്ര രക്തം സംഭരിച്ച് കൊടുത്തിരിക്കുകയാണ്. വാസവൻ ജീവിക്കുമോ അതോ മരിക്കുമോ എന്ന് തീർച്ച പറയാനായിട്ടില്ല. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേഷം മാറ്റുന്നതിനിടയിൽ ചെറിയമ്മ പറഞ്ഞു, ജീവിക്കും, സംശയം വേണ്ട. അത്രത്തോളം ദുഷ്ടത കയ്യിലുണ്ട്. ദുഷ്ടന്മാരെയല്ലേ ഭൂമിക്ക് വേണ്ടത്. ചെറിയമ്മ തനിച്ചു പോകണ്ട, ഞാനും കൂടെ വരാം. നന്ദിനി പറഞ്ഞു. വേണ്ട കുഞ്ഞേ, നീ വന്നാൽ ലേഖ തനിച്ചല്ലേ ഉള്ളൂ. ഏത് സമയത്താ മനുഷ്യനെപ്പോലെ ഇരിക്കുന്ന ഓരോ മൃഗങ്ങൾ കയറി വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പോലീസും വന്നേക്കാം. ഒറ്റയ്ക്കിരുന്നാൽ തന്നെ പേടിയാവും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ചത്തില്ലെന്ന് കേട്ടപ്പോൾ ചെല്ലേണ്ട ചുമതല ഉണ്ടല്ലോ എനിക്ക്. ചെറിയമ്മ തനിച്ചു പോയി. ആശുപത്രിയിൽ ചെന്നപ്പോൾ കേട്ടതൊക്കെ ശരിയാണെന്നറിഞ്ഞു. എന്ന് മാത്രമല്ല, വാസവൻ അപകടഘട്ടം പിന്നിടുകയും ചെയ്തിരിക്കുന്നു. ചെറിയമ്മ ചെല്ലുമ്പോൾ അയാൾക്ക് ബോധം വീണിരുന്നില്ല. ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. ആരാ നിങ്ങൾ? വേണ്ടപ്പെട്ടവളാ. നേരത്തോട് നേരായല്ലോ ആശുപത്രിയിൽ കയറ്റിയിട്ട്. ഈ വേണ്ടപ്പെട്ടവളൊക്കെ എവിടെയായിരുന്നു? മരിച്ചെന്ന ആദ്യം അറിഞ്ഞത്. ഓഹോ, അപ്പോൾ ശവം ഏറ്റുവാങ്ങാൻ വന്നതാ അല്ലേ? ഡോക്ടർ പുച്ഛിച്ച് നടന്നുപോയി. അതിൻ്റെ ബാക്കി എന്നോണം നേഴ്സ് പറഞ്ഞു. പോലീസ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയി. പിന്നെ ഈ ദിക്കിലേക്ക് ഒരുത്തിനെയും കണ്ടില്ല. ബ്ലഡ് ആവശ്യമായി വന്നിട്ടും പുറത്തുനിന്ന് മരുന്ന് സംഘടിപ്പിക്കേണ്ടി വന്നപ്പോഴും അതിനൊക്കെയൊന്ന് ഓടാൻ നേരം ഒരുത്തിനെയും കണ്ടില്ലല്ലോ. ഇയാളെന്താ നിങ്ങൾക്കാർക്കും വേണ്ടാത്തവനാണോ? ഇയാൾക്കാരുമില്ലേ? പറഞ്ഞു കേട്ടില്ലോ നേഴ്സമ്മേ. ഞങ്ങൾ കേട്ടത് ചത്തുന്ന ചാവണ എന്നായിരുന്നു പ്രാർത്ഥനയും. അത്രയ്ക്ക് ദുഷ്ടനാ. ചത്തില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് വന്ന് നോക്കാനൊരു കടപ്പാടുണ്ടല്ലോ എന്ന് കരുതി വന്നതാ. പിന്നെ വിശദമായി അറിഞ്ഞു. ഇനി ജീവിച്ചിരിക്കും. മുറിവ് ഭേദമായാൽ മതി. കുറച്ചുനാൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. ശുശ്രൂഷിക്കാൻ ആരെങ്കിലും കൂടെ നിൽക്കണം. സന്ധ്യ വരെ ചെറിയമ്മ ആശുപത്രിയിലിരുന്നു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. നന്ദിനിയും ലേഖയും കാത്തിരിക്കുകയാണ്. ചെറിയമ്മ കണ്ടോ? ലേഖ ചോദിച്ചു. ഉവ്. എങ്ങനെയുണ്ട്? ഗുരുതരമാണോ? രക്ഷപ്പെടുമോ? ഗുരുതരമൊക്കെ മാറി. ഇനി ചാവുകയല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് എണീക്കുമോ? കുറച്ചുനാൾ കിടക്കണം. 3 കുത്തുണ്ട്. അതുണങ്ങണ്ടേ? ചോര ഒരുപാട് പോയത്രേ. പോലീസുകാർ കൊണ്ടു ചെല്ലുമ്പം തൊണ്ടക്കുഴിയിൽ മാത്രമേ ജീവനുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയോ രക്ഷപ്പെട്ടു. ചത്തെന്ന് സകലരും കരുതിയതാ. എഴുന്നേറ്റാലും പഴയ ആരോഗ്യം കിട്ടുമോ? ലേഖ ചോദിച്ചു. പിന്നെ കിട്ടാതെ. മുറിവുണങ്ങിയാൽ പഴയതുപോലെയല്ലേ? അത് വേണ്ടായിരുന്നു. കൊച്ചുമോൻ്റെ വിവരം വല്ലതും കിട്ടിയോ? ഇല്ല. ആരും അവനെ കണ്ടിട്ടുമില്ല. കണ്ടതായിട്ട് കേട്ടിട്ടുമില്ല. രാജ്യം കടന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കൊലക്കുറ്റത്തിന് സമാധാനം പറയണ്ടല്ലോ. അല്ലെങ്കിലും അവനിനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ദിവസം രാവിലെ ലേഖ അവളുടെ ജോലിസ്ഥലത്തേക്ക് പോയി. പോകും മുൻപ് നന്ദിനിയോട് പറഞ്ഞു, ഇനി ചേച്ചി മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാൻ. കൊച്ചുമോൻ പോയതാ. ഇനി ഉടനെ എങ്ങാൻ തിരിച്ചു വരുമെന്ന് കരുതണ്ട. വാസുവേട്ടൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കൂ ചേച്ചി. വീട്ടിൽ ചെറിയമ്മയും നന്ദിനിയും മാത്രമായി. രാവിലെ അവർ ഒന്നിച്ച് ആശുപത്രിയിൽ പോയി. വാസവന് ബോധം വീണ്ടു കിട്ടിയിരിക്കുന്നു. പക്ഷേ ശരിക്കും സംസാരിക്കാൻ വയ്യ. ചെറിയമ്മയും നന്ദിനിയും ചെന്നപ്പോൾ അയാൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കാലൊച്ച കേട്ട് അയാൾ കൺപോളകൾ തുറന്നു. നന്ദിനിയുടെയും ചെറിയമ്മയുടെയും മുഖം കണ്ട് അയാൾ പല്ലിളിച്ചു.
കണ്ണിൽ കുടിലത കളിയാടി. ഞാൻ ചത്തില്ലടി. ഇല്ല. വാസവൻ ഞരങ്ങി. നന്ദിനിയെ നോക്കി അയാൾ പല്ലിളിച്ചു. എന്നെ കൊല്ലിക്കാൻ നോക്കി അല്ലേടി? നന്ദിനി ചെറിയമ്മയുടെ പിറകിലേക്ക് മാറി നിന്നു. അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന ആ അവസ്ഥയിലും വാസവന്റെ മുഖഭാവം പക നിറഞ്ഞതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ഞാൻ എഴുന്നേൽക്കുമെടി, കാണിച്ചു തരാം. വാസവൻ ഒരിക്കലും എഴുന്നേൽക്കാതിരുന്നെങ്കിലെന്ന് നന്ദിനി ആഗ്രഹിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിടക്കയിൽ എഴുന്നേറ്റിരിക്കാമെന്നായി. ഇഷ്ടം പോലെ സംസാരിക്കുവാനും കഴിഞ്ഞു. എന്നും രാവിലെ ചെറിയമ്മയും നന്ദിനിയും ഹോസ്പിറ്റലിൽ ചെല്ലുമായിരുന്നു. സന്ധ്യയ്ക്ക് തിരിച്ചു പോരൂ. വാസവനെ ശുശ്രൂഷിച്ചുകൊണ്ട് അയാൾ പറയുന്ന തെറി മുഴുവൻ സഹിച്ചുകൊണ്ട് സന്ധ്യ വരെ നിൽക്കും. ഒരു ദിവസം വാസവൻ പറഞ്ഞു, അവനെന്തിയേ മൂർഖൻ കുഞ്ഞ്? അവനെ ഇതുവരെ പിടികിട്ടിയില്ലേ? ചോറ് കൊടുത്തഴുവാനിട്ടാണല്ലോ അവൻ കുത്തിയത്. 3-4 കുത്തുകുത്തിയാൽ വാസവൻ അങ്ങ് ചത്തുപോകുമെന്ന് അവൻ കരുതിയോ? ഞാനങ്ങ് എണീറ്റോട്ടെ. അവനെ വെട്ടിയെരിഞ്ഞ് ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി ഞാൻ വിൽക്കും. പോലീസ് കേസ് ഏറെക്കുറെ മന്ദഗതിയിലായി കഴിഞ്ഞു. കൊച്ചുമോനെ തിരഞ്ഞ് പോലീസ് പലനാൾ നടന്നെങ്കിലും ഫലമുണ്ടായില്ല. ഇടയ്ക്കിടെ അവർ വീട്ടിൽ വന്ന് നന്ദിനിയെയും ചെറിയമ്മയെയും ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതുമില്ലാതായി. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. വാസവന് കഷ്ടിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നായി. ചെറിയമ്മയുടെ കൈ പിടിച്ച് പതുക്കെ നടക്കും. അവളെന്തിയേ? ലേഖ, ഞാനിവിടെ ചാകാൻ കിടന്നിട്ട് ഒരൊറ്റ തവണയെങ്കിലും അവളിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? നന്ദി കെട്ടവള്. ഞാനാണല്ലോ അവളെ പഠിപ്പിച്ച് ഒരു ജോലിക്കാരിയാക്കിയത്. വാസവൻ ഒരു ദിവസം പകയോടെ പറഞ്ഞു. അവളെ ജോലിക്കാരിയാക്കിയെങ്കിലും പകരം അവളുടെ മാനം പണയം മേടിച്ചില്ലേ? അവളുടെ മാനം? നിനക്കൊക്കെ എവിടാടി മാനം? ഞാനൊരു വിഡ്ഢിയായിപ്പോയി. ഇല്ലെങ്കിൽ അവളും ഇന്നെൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നേനെ. എന്നിട്ട് അയാൾ തിരിഞ്ഞ് നന്ദിനിയെ നോക്കി. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ടടി. കുഞ്ഞാങ്ങളയുടെ കയ്യിൽ കൊച്ചു പിച്ചാത്തി കൊടുത്ത് എന്നെ കൊല്ലിക്കാൻ പറഞ്ഞയച്ചവളല്ലേ നീ? ഞാൻ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോട്ടെ. നിന്നെ ശരിക്കും അനുഭവിപ്പിക്കും. വാസവൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് ഏതാനും ദിവസം മുൻപ് ലേഖ വന്നു. ആശുപത്രിയിൽ വെച്ച് ശത്രുവിനെ പോലെയാണ് അവളെ വാസവൻ നോക്കിയത്. നീ ആരാടി? അയാൾ ആക്രോശിച്ചു. നീ ആരാ? മേനകയോ? ഉർവശിയോ? എൻ്റെ ചോറുണ്ടവളല്ലേ നീ? തുണി ഉടുക്കാതെ എൻ്റെ കൂടെ കിടന്നവളല്ലേ നീ? നീ അന്നേ വലിയ പുള്ളിയായത്. നീ പഠിച്ചതും ജോലി വാങ്ങിയതും എൻ്റെ പണം കൊണ്ടല്ലേടി? നേഴ്സുമാർ കേൾക്കെയാണ് ആക്രോശം. ലേഖയ്ക്ക് പക്ഷേ ഒരു കൂസലുമുണ്ടായില്ല. വാസവൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ചത്തെന്ന് വിചാരിച്ചു അല്ലേടി? നിനക്കൊക്കെ സുഖിക്കാമെന്ന് കരുതി അല്ലേ? നന്ദി കെട്ടവളെ. അയൽവക്കത്തെ പട്ടി കാണിക്കുമല്ലോടി ഇതിനേക്കാൾ നന്ദി. ഞാനിവിടെ ചാകാൻ കിടന്നിട്ട് ഒരു തവണയെങ്കിലും തിരിഞ്ഞു നോക്കിയോടി നീ? എനിക്ക് മനസ്സില്ലായിരുന്നു. ഞാൻ ചാവാൻ നോക്കിയിരിക്കുകയായിരുന്നല്ലേടി? അതെ. നിങ്ങൾ ചത്താൽ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഒരു വഴിപാട് കഴിച്ചേക്കാമെന്ന് ഞാൻ നേരുക കൂടി ചെയ്തു. ചാവണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഭൂമിക്ക് പിശാചുക്കളെയല്ലേ കൂടുതൽ വേണ്ടത്? അതും പറഞ്ഞിട്ട് ലേഖ വെട്ടിത്തിരിഞ്ഞു നടന്നു. വാസവൻ കോപാക്രാന്തനായി എന്തൊക്കെയോ തെറിവാക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആശുപത്രിയിൽ അശ്ലീലം പറയാൻ അനുവദിക്കില്ലെന്ന് നേഴ്സ് വിലക്കിയപ്പോൾ അയാൾ സകലരെയും ശപിക്കാൻ തുടങ്ങി. തെറിപ്പദങ്ങൾ പതുക്കെ പിറുപിറുത്തു. അന്നു വൈകുന്നേരം ഡോക്ടർ അറിയിച്ചു, വാസവന് മറ്റന്നാൾ ഡിസ്ചാർജ് ആവാം. ഇതറിഞ്ഞ് ഏറെ പരിഭ്രമിച്ചത് നന്ദിനിയാണ്. ലേഖ അവളെ ഉപദേശിച്ചു. ചേച്ചി ഒരു മണ്ടിയ. താങ്ങാൻ ഒരാൾ തയ്യാറായി നിൽപ്പുണ്ട്. ആ മനുഷ്യനെ ഒന്ന് വിവരം അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. എങ്ങനെയാ ലേഖേ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ കാരണം അദ്ദേഹത്തിനുണ്ടായ അപമാനത്തിനും വേദനയ്ക്കും കണക്കുണ്ടോ? ചുമ്മാതല്ലല്ലോ, സ്നേഹിച്ചിട്ടല്ലേ. അന്നേരം പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊക്കെ സഹിക്കാൻ രണ്ടു കൂട്ടരും തയ്യാറാകണം. അയാൾക്ക് ചേച്ചിയെ ഇഷ്ടമാണ്, സഹായിക്കാൻ ഒരുക്കവുമാണ്. ചേച്ചി കൈ നീട്ടാത്ത താമസമേ ഉള്ളൂ. എന്നാലും ഒരെന്നാലുമില്ല. വാസവേട്ടൻ മറ്റന്നാൾ ആശുപത്രിയിൽ നിന്ന് വരും. കൊച്ചുമോനോടുള്ള പക കൂടി ചേച്ചിയോട് തീർക്കും. ഇനി തടയാൻ ഞാനുമില്ല, കൊച്ചുമോനുമില്ല. അയാൾ വന്നു കഴിഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. അയാൾ ചേച്ചിയെ ഇട്ട് കൊല്ലാക്കൊല്ല ചെയ്യും. എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? വണ്ടിക്കൂലി ഞാൻ തരും. ധൈര്യമായിട്ട് ഇറങ്ങിയൊരു പോക്ക് പോകണം. അവനവൻ്റെ ജീവിതമല്ലേ വലുത്. ചേച്ചിക്ക് ഹരിഹരൻ സാറിൻ്റെ അഡ്രസ്സ് അറിയാമല്ലോ. നേരിട്ട് കണ്ട് വിവരങ്ങളൊക്കെ പറ. അതേ ഇനി ചെയ്യാനുള്ളൂ. കേട്ടപ്പോൾ ചെറിയമ്മയും ആ അഭിപ്രായത്തെ പിന്താങ്ങി. നന്ദിനി അന്താളിച്ചു. വീട് വിട്ടിറങ്ങിപ്പോവുക, ഹരിഹരൻ സാറിൻ്റെ സഹായം തേടി. അത് ശരിയാണോ? അദ്ദേഹം എന്തു കരുതും? എവിടെ അഭയം തരും? 100 ആശങ്കകൾ നന്ദിനിയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. ചേച്ചിയുടെ മുൻപിൽ ഈ ഒരൊറ്റ വഴി മാത്രമേയുള്ളൂ, നശിക്കാതിരിക്കാൻ. ലേഖയുടെ ശബ്ദം ഒരന്ത്യശാസനം പോലെ അകലെയെങ്ങോ നിന്നവണ്ണം നന്ദിനിയുടെ കാതിൽ മുഴങ്ങി. അധ്യായം 15. അമ്മയുടെയും വിലാസിനിയുടെയും
പിന്നെ അമ്മാവിൻ്റെയും സേവ പിടിച്ച് അവരെല്ലാം കൂടി ഹരിഹരന് വേണ്ടി ആദിത്യവർമ്മയോട് ശുപാർശ നടത്തി. 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഹരിഹരൻ പത്രം ഓഫീസിൽ പോയി തുടങ്ങിയിരുന്നു. വീട്ടിലിരുന്നാൽ ഞാൻ വഷളാകും. അവൻ കൂടെ കൂടെ അമ്മാവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ നാളുകളിൽ ഹരിഹരൻ മനഃപൂർവ്വം കിടന്നുറങ്ങി. പകലും രാത്രിയും ഉറക്കം തന്നെ. ശരീരം നന്നേ ചീർത്തു. ഇതിനകത്തിങ്ങനെ ഇരുന്നാൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാകും. അയാൾ അമ്മാവനോട് പറഞ്ഞു. വെളിയിലിറങ്ങി നടക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. കൃഷികാര്യങ്ങളും ബിസിനസ്സും നോക്കി നടത്താൻ പറഞ്ഞാൽ പരിചയമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ആകെ കൂടി ചെയ്തിരുന്നത് വല്ലപ്പോഴും കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ പോവുക മാത്രം. അത് നന്ദിനിയുടെ കത്തുണ്ടോയെന്നറിയാൻ. പത്രം ഓഫീസിൽ വരുന്ന കത്തുകളെല്ലാം പെറുക്കിക്കൊണ്ടുവരാൻ കൃഷ്ണനുണ്ണിയെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. കൃഷ്ണനുണ്ണിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഹരിഹരനെ വലിയ പഥ്യമാണ് താനും. ഒരു ദിവസം വിലാസിനിയെയും കല്യാണിക്കുട്ടിയെയും കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി 2 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. കല്യാണിക്കുട്ടിക്ക് കൃഷ്ണനുണ്ണി അങ്കിളിനെ നേരത്തെ മുതൽ ഇഷ്ടമാണ്. വിലാസിനി കൃഷ്ണനുണ്ണിയുടെ അമ്മയോടൊപ്പമായിരുന്നു. വളരെ നേരം അവർ സംസാരിച്ചിരുന്നു. കൃഷ്ണനുണ്ണി അവിവാഹിതനായി തുടരുന്നതിൽ ആ അമ്മയ്ക്കുള്ള വേദന സംഭാഷണത്തിൽ പലയിടത്തും പരാതി പോലെ തെളിഞ്ഞു. എന്തുകൊണ്ടാ കൃഷ്ണനുണ്ണി വിവാഹം കഴിക്കാത്തത്? വിലാസിനി ഒരു തവണ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ കുഞ്ഞെ. അവൻ്റെ അമ്മാവൻ്റെ മകൾ ഒരു പെണ്ണുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരിക്കൽ കല്യാണ നിശ്ചയം വരെ നടന്നതാ. അവൾ പെട്ടെന്നങ്ങ് മരിച്ചുപോയി. വിഷം തീണ്ടിയതായിരുന്നു. അതിൻ്റെ വേദന കൊണ്ടാണോ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് അവൻ പറയും. എത്ര വർഷം കഴിഞ്ഞെന്നറിയാമോ? ചില സ്നേഹബന്ധങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും മറക്കാനൊക്കില്ലമ്മേ. ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയാലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അമ്മ തെല്ലനുകമ്പയോടെ അവളെ നോക്കി. അവൾ അനുഭവത്തിൽ നിന്നല്ലേ പറയുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീ. ശരിയാണ് മോളെ. അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിലാസിനിക്ക് മനസ്സിലായി. ഇടയ്ക്ക് കൃഷ്ണനുണ്ണി അങ്ങോട്ട് വന്നു. വിലാസിനി തമ്പുരാട്ടി വാചകമടിച്ച് എൻ്റെ അമ്മയെ മയക്കുകയാണോ? ചിരിയോടെ എന്നാൽ ഗൗരവത്തിൽ. എന്നിട്ട് എനിക്കെന്താ ലാഭം? സ്വഭാവ സർട്ടിഫിക്കറ്റ്. അമ്മയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് നല്ല ഡിമാൻഡാണ്. അപൂർവമായി എഴുതി ഒപ്പിട്ടു കൊടുക്കൂ. അത് കിട്ടുന്നയാളിനെ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്പാം എന്നർത്ഥം. നന്മ നിറഞ്ഞ മനസ്സുള്ളവർ അമ്മയുടെ മുൻപിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഉണ്ണി മതി. അമ്മ ശാസിച്ചു നോക്കിക്കൊണ്ട് താക്കീത് ചെയ്തു. ഇല്ല, നിർത്തി. അയാൾ ചിരിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പോയി. അമ്മയും വിലാസിനിയും വീണ്ടും സംഭാഷണത്തിൽ മുഴുകി. ഊണു കൊടുത്തിട്ടേ അമ്മ അവരെ വിട്ടുള്ളൂ. വിലാസിനിയും ഹരിഹരനും കല്യാണിക്കുട്ടിയും പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണനുണ്ണി ചോദിച്ചു. അമ്മ വാതോരാതെ സംസാരിക്കുന്നത് കേട്ടല്ലോ. സർട്ടിഫിക്കറ്റ് കൊടുത്തോ? നല്ല ഐശ്വര്യമുള്ള കുട്ടി. അതിനിങ്ങനെ ദുർവിധി വന്നല്ലോ. ദുരന്തമുണ്ടാകുന്നത് മനുഷ്യർ നല്ലതോ ചീത്തയോ എന്ന് നോക്കിയിട്ടാണോ? എന്നാലും ആ കൊച്ചുകുട്ടിയുടെ മുഖത്തു നോക്കുമ്പം എങ്ങനെ വല്ലായ്മ തോന്നാതിരിക്കും? അമ്മ ചിന്താമഗ്നിയായി. കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഹരിഹരൻ ചോദിച്ചു. കൃഷ്ണനുണ്ണിയെ ചേച്ചി മുൻപും കണ്ടിട്ടില്ലേ? ഉവ്വ്. എന്തു തോന്നി? മാന്യൻ, അത്രയുള്ളൂ. നീ പറഞ്ഞു കേട്ടുള്ള അറിവുകളല്ലേ അയാളെക്കുറിച്ച് എനിക്കുള്ളൂ. എന്നാലും ആരിലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിത്വം അയാൾക്കില്ലേ? നമുക്ക് ആദരവ് തോന്നുന്ന ഒരു ചൈതന്യം. ഞാൻ വിശേഷിച്ചൊന്നും കണ്ടില്ല. അന്തസ്സുള്ള ആളാണെന്ന് പെരുമാറ്റം കൊണ്ട് തോന്നി. നീ എന്തിനാണ് എന്നെ അവിടെ കൊണ്ടുപോയത്? കൃഷ്ണനുണ്ണി മഹാനാണെന്ന് മനസ്സിലാക്കി തരാനോ? അല്ല ചേച്ചി, തെക്കും കോയിക്കലല്ലാതെ വേറെയും മനുഷ്യരും ലോകവും ഉണ്ടെന്ന് ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയ. എന്നാൽ എനിക്കെന്താ പ്രയോജനം? ഏറ്റവും കുറഞ്ഞത് അഹംഭാവമെങ്കിലും കുറയും. ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ നിൽക്കുമ്പോഴേ നമ്മുടെ നിസ്സാരത്വം നമുക്ക് മനസ്സിലാവൂ. എനിക്കാണോടെ അഹംഭാവം? ജീവിതം മുരടിച്ച എനിക്ക്. ഈ ബോധമാണ് ഞാൻ പറഞ്ഞ അഹംഭാവം. തെക്കും കോയിക്കിലെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് പഴുതൊന്നുമില്ലെന്ന വിചാരം. അഥവാ പഴുതുണ്ടായാലും അതടച്ചു കളയുന്ന ദുരഭിമാനം. നീ എന്തിനാ ഇതൊക്കെ ഇപ്പോൾ പറയുന്നത്? വെറുതെ ചേച്ചി അറിഞ്ഞിരിക്കാൻ. തൽക്കാലം ആ സംഭാഷണം അവസാനിച്ചു. അടുത്ത മാസം ആദ്യം മുതൽ ഹരിഹരൻ ജോലിക്ക് പോയി തുടങ്ങി. ഒരു തിങ്കളാഴ്ച ദിവസം ഹരിഹരൻ വീണ്ടും ജോലിക്ക് ചേർന്നിട്ട് ഒരാഴ്ച തികയുന്നതേയുള്ളൂ. അന്നും പതിവ് പോലെ രാവിലെ തന്നെ അയാൾ നന്ദിനിയുടെ കത്തുണ്ടോയെന്ന് നോക്കി. ഇല്ല, അവൾ കത്തയച്ചിട്ട് വളരെ നാളുകളായിരിക്കുന്നു. ഒരു കത്തയക്കാൻ അവൾക്കുള്ള ബുദ്ധിമുട്ട് അറിയായികയല്ല. ഒരു ഇംഗ്ലണ്ടിനുള്ള പണവും കത്ത് പോസ്റ്റ് ചെയ്യാനുള്ള അവസരവും നേടുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. എന്നിരുന്നാലും കത്ത് കിട്ടാൻ താമസിക്കുമ്പോൾ ഒരാശങ്ക. അവളുടെ ജീവിതം ആ കശ്മലൻ കശക്കി എറിഞ്ഞു കഴിഞ്ഞിരിക്കുമോ? അവൾ മരണത്തിൻ്റെ വഴി സ്വീകരിച്ചിരിക്കുമോ? ഹരിഹരൻ നിരാശനായി തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. ഉച്ചയായപ്പോൾ പ്യൂൺ വന്നറിയിച്ചു. സാറിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? അലക്ഷ്യമായി ചോദിച്ചു. ഒരു പെണ്ണാണ് സാറേ.
ദൂരെ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ഹരിഹരൻ പെട്ടെന്ന് എഴുന്നേറ്റു. ജയചന്ദ്രൻ സാറുണ്ടോ? ഇല്ല, പുറത്തേക്ക് പോയി. കൃഷ്ണനുണ്ണി സാറോ? രണ്ടുപേരും കൂടിയാ പോയിരിക്കുന്നത്. ഹരിഹരൻ എഴുന്നേറ്റ് ഓഫീസിന് മുൻപിലേക്ക് ചെന്നു. ആകെ പേടിച്ച മട്ടിൽ നന്ദിനി നിൽക്കുന്നു. തോളിൽ ഒരു എയർ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. ഹരിഹരൻ ആശ്ചര്യത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ അവളെ അടിമുടി ഒന്ന് നോക്കി. പാറിപ്പറന്ന മുടിയും ഉലഞ്ഞ വസ്ത്രങ്ങളും പരവശഭാവവും ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. നന്ദിനിക്കുട്ടി, അയാൾ നിറഞ്ഞ വാത്സല്യത്തോടെ വിളിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് കുടുകുടെ കണ്ണീരൊഴുകി തുടങ്ങി. നന്ദിനി, അയാൾ തിരികെ ചെന്ന് ചുമലിൽ കൈവച്ചു. കരയരുത്, ഇത് പത്രം ഓഫീസാണ്, പലരും കാണും. അവൾ വേഗം കണ്ണീർ തുടച്ചു. വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അയാൾ അവളെ പാർലറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ വീട്ടിൽ നിന്ന് നേരിട്ട് വരികയാണോ? അതെ. പത്രം ഓഫീസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഒരാൾ പറഞ്ഞു തന്നു. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. അവൾ ദയനീയമായി അയാളെ നോക്കി. നീ ഇന്ന് വല്ലതും കഴിച്ചോ? ഇല്ലെന്നവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. വിശക്കുന്നില്ലേ? വാ, ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് മതി സംസാരം. ഹരിഹരൻ അവളെയും കൂട്ടി ഹോട്ടലിലേക്ക് പോയി. പ്രൈവറ്റ് റൂമിൽ കയറിയിരുന്നിട്ട് ബെയററെ വിളിച്ച് ഊണ് കൊണ്ടുവരാൻ പറഞ്ഞു. നന്ദിനിക്ക് നന്നേ വിശക്കുന്നുണ്ടായിരുന്നു. വിശപ്പിനേക്കാൾ ഭീതിയും ഉത്കണ്ഠയും. സമാധാനമായിട്ടിരുന്ന് ഊണ് കഴിക്ക്, ഞാനില്ലേ അരികിൽ. ഹരിഹരനും അവളോടൊപ്പം ഇരുന്ന് ഉണ്ടു. ഊണ് കഴിഞ്ഞ് മതി സംഭാഷണമെന്ന് അയാൾ ഉറച്ചു. ഇടയ്ക്കിടെ അയാൾ നന്ദിനിയെ നോക്കി. മ്ലാനതയുടെ ഒരു തണുത്ത ആവരണം ഒന്ന് മൂടിയതുപോലെ. എന്നാലും എന്നെ തേടി വന്നല്ലോ. അനേകകാലം അകലെ നിന്ന് ഹരിഹരനെ അവളെ ചേർത്തണച്ച് ഒന്ന് തഴുകണമെന്ന്, ഒന്ന് ചുംബിക്കണമെന്ന് തോന്നി. ഹൃദയത്തിൽ അലിവിൻ്റെ തേനുറവകൾ. വാസവൻ അറിഞ്ഞില്ലേ നന്ദിനി പോന്നത്? ഇല്ല. നന്ദിനി എന്നെ കാണാൻ മാത്രം വന്നതാണോ? അതെ. എന്താ വിശേഷിച്ച്? ഞാൻ വീട് വിട്ടിറങ്ങിപ്പോന്നതാ. ഒരഭയം തേടി. വാസവേട്ടനെ കാണാതെ ഒളിച്ചു പോന്നതാ. പറഞ്ഞു തീർന്നതും കരച്ചിലും ഒപ്പം കഴിഞ്ഞു. നന്ദിനി വീട് വിട്ടു പോന്നിരിക്കുന്നു. തൻ്റെ അടുക്കൽ അഭയം തേടി. ഹരിഹരൻ സ്തബ്ധനായിരുന്നു. ഹരിഹരന് ആദ്യം അത് ബോധ്യം വന്നില്ല. നന്ദിനി വീട് വിട്ട് ഒളിച്ചോടുക. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് വന്നിരിക്കുന്നതും. അവൾക്ക് അഭയമാണ് വേണ്ടത്. ഇത് നിസ്സാരമല്ല. കൈ കഴുകിയിട്ട് വരൂ, ഹരിഹരൻ പറഞ്ഞു. നന്ദിനി കൈ കഴുകാൻ പോയി. പിറകെ ഹരിഹരനും. രണ്ടുപേരും വീണ്ടും ക്യാബിനിലെത്തി. ശരി, എന്താണുണ്ടായതെന്ന് പറയൂ. എനിക്കവിടെ ജീവിക്കാൻ പറ്റാതായി. ഒന്നുകിൽ നശിക്കുക, അല്ലെങ്കിൽ വീട് വിട്ടു പോവുക. ലേഖയാണ് എന്നെ ഉന്തിത്തള്ളിവിട്ടത്. അവൾ തന്ന വസ്ത്രങ്ങളാണ് ഈ ബാഗിൽ. വണ്ടിക്കൂലിക്കുള്ള പണവും അവൾ തന്നു. വാസവൻ വീട്ടിലില്ലായിരുന്നോ നന്ദിനി പോരുമ്പോൾ? ഇല്ല, ആശുപത്രിയിലായിരുന്നു. എന്തുപറ്റി? കുത്തേറ്റ് കിടക്കുകയായിരുന്നു 1.5 മാസമായിട്ട്. ആരു കുത്തി? കൊച്ചുമോൻ. നന്ദിനി ആദ്യം മുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. ഹരിഹരൻ ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. നാളെ വാസവേട്ടൻ ഡിസ്ചാർജായി വരും. കൊച്ചുമോനും ലേഖയുമില്ലാതെ ആ വീട്ടിൽ എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമോ? വാസവേട്ടൻ അന്വേഷിച്ചു വരില്ലേ? എനിക്കറിഞ്ഞുകൂടാ. ഇനിയുള്ളതൊന്നും എനിക്കറിഞ്ഞുകൂടാ. നന്ദിനി വരുന്ന വിവരത്തിന് ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? ലേഖ മിനിഞ്ഞാന്ന് വന്നപ്പോഴാ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഹരിഹരൻ ചിന്താമഗ്നനായിരുന്നു. നന്ദിനിയെ കുറ്റം പറഞ്ഞുകൂടാ. അവൾക്ക് ഇതല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഓടിക്കയറി വന്നാൽ താൻ എവിടെ അഭയം കൊടുക്കും? അതും ആരും അറിയാതെ. ജയചന്ദ്രൻ സാറും കൃഷ്ണനുണ്ണി സാറും ഓഫീസിലില്ലാത്തത് ഭാഗ്യം. ഉണ്ടായിരുന്നുവെങ്കിൽ അവർ തന്നെ കാണാൻ അനുവദിക്കാതെ അവളെ മടക്കി അയച്ചേനെ. അച്ഛനോട് എല്ലാവരും ചേർന്ന് എന്തുമാത്രം ഗുസ്തി പിടിച്ചിട്ടാണ് വീണ്ടും ജോലിക്ക് പോകാൻ അനുവാദം കിട്ടിയത്. അതും കോയിക്കൽ കുടുംബത്തിന് അഭികാമ്യമല്ലാത്ത ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുകയില്ല എന്ന് വാക്കുകൊടുത്തിട്ട്. താനിപ്പോൾ നന്ദിനിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്നാൽ ഒരുപക്ഷെ കൊലപാതകം വരെ നടക്കും. നന്ദിനി അവർക്ക് പിഴച്ച പെണ്ണാണല്ലോ. രണ്ടും കെട്ട് ജീവിക്കുന്നവൾ എന്നുവച്ച് നന്ദിനിയുടെ മുൻപിൽ കൈമലർത്താൻ തനിക്കാവുമോ? സുരക്ഷ തേടി വന്നവളാണ്. ലോകത്ത് താൻ ഒരൊറ്റ ആൾ മാത്രമാണ് അവൾക്ക് ശരണം. അവളിൽ താൻ അനുരക്തനല്ലായിരുന്നെങ്കിൽ പോലും സഹായിക്കേണ്ട കടമ തനിക്കുണ്ട്. പക്ഷേ എങ്ങനെയെന്നതാണ് പ്രശ്നം. ഇത്ര പെട്ടെന്ന് കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയതല്ല. സംഗതി വളരെ ഗൗരവമാണ്. നന്ദിനിയെ ഉപേക്ഷിച്ചുകൂടാ. വളരെ വേഗം ഒരു തീരുമാനമെടുത്തേ പറ്റൂ. അയാളുടെ മനസ്സിലൂടെ അനേകം ചിന്തകൾ അതിവേഗം കടന്നുപോയി. കൃഷ്ണനുണ്ണി സാറിനെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. അയാൾ മാന്യനാണ്. കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ തൽക്കാലം നന്ദിനിയെ നിർത്താൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അവൾക്കൊരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുന്നതുവരെയെങ്കിലും അയാളുടെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. കൃഷ്ണനുണ്ണി സമ്മതിക്കുമോ എന്നതാണ് പ്രശ്നം.
ഹരിഹരൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് കൃഷ്ണനുണ്ണി സാർ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഇല്ലെന്നായിരുന്നു മറുപടി. തിരിച്ചു വന്നിട്ടില്ല. ഹരിഹരൻ ആദ്യമൊന്ന് പതറി. പിന്നെ ഒരു കണക്കിൽ കൃഷ്ണനുണ്ണി ഇല്ലാത്തത് നന്നായി എന്ന് തോന്നി. ഞാൻ വന്നത് തെറ്റായിപ്പോയി ഇല്ലേ? നന്ദിനി വിഷമത്തോടെ ചോദിച്ചു. തെറ്റൊന്നുമില്ല. അപ്രതീക്ഷിതമായ വരവായതുകൊണ്ട് എനിക്കൊരു മുൻകരുതലും എടുക്കാൻ കഴിഞ്ഞില്ല. അതിലേയുള്ളൂ വിഷമം. ഞാൻ വിഷമിപ്പിക്കുക അല്ലേ? വിഷമമുണ്ട്. നന്ദിനിക്ക് വേണ്ടിയല്ലേ? സാരമില്ല. വീട്ടിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുകയാണ് ഞാൻ. വീണ്ടും ജോലിക്ക് പോകാൻ അനുവദിച്ചതുപോലും വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടരുതെന്ന കരാറിലാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ ഒറ്റിക്കൊടുക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. വീട്ടുകാരുമായി ഒരു തുറന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടുമില്ല. ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം സർ. ഞാനൊരു ഭാരമാകുന്നില്ല. തീരെ ഗതികെട്ട ഞാൻ ഇറങ്ങിത്തിരിച്ചത്. തിരിച്ചു പോകുന്ന കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ? ഇനി വരും വരായികളൊന്നും നോക്കാതിരിക്കുക. ഹരിഹരൻ വേഗം തന്നെ ഒരു തീരുമാനത്തിലെത്തി. നന്ദിനിയെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ താമസിപ്പിക്കുക. എത്രയും പെട്ടെന്ന് അവൾക്കൊരു ജോലി തേടിക്കൊടുക്കുക. ശേഷം കാര്യങ്ങൾ പിന്നീട്. ഹരിഹരൻ നന്ദിനിയെയും കൂട്ടി ഒരു ലേഡീസ് ഹോസ്റ്റലിലെത്തി. അവിടെ അവൾക്ക് താമസിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ കുറച്ച് രൂപയും കൊടുത്തു. പോരാൻ നേരം അയാൾ നന്ദിനിയോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇവിടെ നിനക്ക് സുഖമായി താമസിക്കാം. ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും. ഒരു ജോലി ഞാൻ എത്രയും വേഗം ഏർപ്പാടാക്കിത്തരാം. നന്ദിനി പരിഭ്രമിച്ച മട്ടിൽ നോക്കി നിന്നു. ഞാൻ നാളെ വരാം. നീ ഇന്ന് സുഖമായിട്ട് വിശ്രമിക്കുകയാണ് വേണ്ടത്. ആരും ഇവിടെ വന്ന് നിന്നെ ഉപദ്രവിക്കുകയില്ല. ബലമായിട്ട് കൊണ്ടുപോവുകയുമില്ല. ഹരിഹരൻ മടങ്ങി. ഓഫീസ് സമയം കഴിഞ്ഞിരുന്നതിനാൽ അയാൾ വീട്ടിലേക്കാണ് പോയത്. മുകളിലത്തെ നിലയിലുള്ള തൻ്റെ മുറിയിൽ ചെന്നിരുന്ന് അയാൾ ശാന്തമായി ആലോചിച്ചു. നന്ദിനിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ സാധിച്ചേക്കും. അല്ലെങ്കിൽ തന്നെ അവളുടെ ഹോസ്റ്റലിലെ ചെലവുകൾ തൻ്റെ ശമ്പളത്തിൽ നിന്ന് നടത്തിക്കൊടുക്കാൻ കഴിയും. അതിനുമപ്പുറം മറ്റൊന്നുണ്ടല്ലോ, ഭാവി ജീവിതം. എന്നും ഇതെല്ലാം രഹസ്യമാക്കി വയ്ക്കാൻ പറ്റുന്നതല്ല. രഹസ്യം പുറത്താകുമ്പോൾ വീട്ടിലൊരു പൊട്ടിത്തെറിയുണ്ടാകും. നന്ദിനിയെ സ്വീകരിക്കണമെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നേക്കാം. അങ്ങനെ വന്നാൽ സ്വപ്രയത്നം കൊണ്ട് ജീവിക്കാനുള്ള വഴിയുണ്ടാക്കണം. ശരിക്കും പ്ലാൻ ചെയ്തിട്ടേ ഇനിയുള്ള ചുവടുകൾ മുന്നോട്ട് വയ്ക്കാവൂ. ഹരിക്കുട്ട, വിലാസിനി വാതിൽക്കൽ വന്ന് വിളിച്ചു. എന്താ ചേച്ചി? നീ ഉച്ച കഴിഞ്ഞ് ഓഫീസിലില്ലായിരുന്നോ? ഹരിഹരൻ പരിങ്ങി. ഇല്ലായിരുന്നു. എവിടെ പോയി? ഒരു ഇൻ്റർവ്യൂവിന്. നിന്റെ കൃഷ്ണനുണ്ണി ഇങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു. എന്നിട്ട് നീ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്നറിഞ്ഞപ്പോൾ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. അത്രയുള്ളോ? നീ ഓഫീസിൽ പറയാതെയാണോ പോയത്? കൃഷ്ണനുണ്ണി സാർ, ഞാൻ പോകുമ്പോൾ ഓഫീസിലില്ലായിരുന്നു. എങ്ങോട്ടാ നീ പോയത്? കൃഷ്ണനുണ്ണി പരിഭ്രമിച്ച് ചോദിച്ചതുപോലെയാണല്ലോ തോന്നിയത്. ഞാൻ എല്ലാവർക്കും കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ടായിരിക്കും. കാണാമറയത്തായിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് പേടി. നിന്റെ വിളച്ചിലിത്തിരി കൂടുന്നുണ്ട്. വിലാസിനെ പിൻവാങ്ങി. അധ്യായം 16. 6 മണിയായപ്പോൾ കൃഷ്ണനുണ്ണി കോയിക്കിലെത്തി. ഹരിഹരനെ അന്വേഷിച്ച്. അപ്രതീക്ഷിതമായി കൃഷ്ണനുണ്ണിയെ വാതിൽക്കൽ കണ്ടപ്പോൾ ഹരിഹരന് അമ്പരപ്പാണ് തോന്നിയത്. കയറി വരൂ, ഒട്ടും മടിക്കേണ്ട, ഹരിഹരൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. കൃഷ്ണനുണ്ണി അകത്തേക്ക് കടന്ന് കസേര വലിച്ചിട്ടിരുന്നു. ഹരി ഉച്ചതിരിഞ്ഞ് എവിടെ പോയിരുന്നു? ഒരാളെ കാണാൻ. ആരെ? കൃഷ്ണനുണ്ണി ഗൗരവത്തിലാണെന്ന് ഹരിഹരനും മനസ്സിലായി. ഒരാളെ. ആരാണെന്ന് പറയാൻ വയ്യേ? ഹരിഹരൻ ആ ചോദ്യത്തിന് നേർക്ക് നെറ്റി ചുളിച്ച് നീരസം കാട്ടി. ശരി, വേണ്ട. ഹരിയെ അന്വേഷിച്ച് ഒരു പെണ്ണ് ഓഫീസിൽ വന്നിരുന്നോ? ഹരിഹരന് കാര്യം മനസ്സിലായി. ഇനി ഒളിച്ചു വച്ചിട്ട് കാര്യമില്ല. അയാൾ ചെന്ന് വാതിൽ ചാരി. വന്നിരുന്നു. നന്ദിനി. യെസ്. കൃഷ്ണനുണ്ണി അയാളെ തുറച്ചു നോക്കി. അവളെയും കൂട്ടി എവിടേക്കാണ് പോയത്? തീർച്ചയായും ഹോട്ടൽ മുറിയിലേക്കല്ല. അങ്ങനൊരു ധാരണ വേണ്ട. അഥവാ ആണെങ്കിൽ തന്നെ നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? ഹരി ഒരു പെൺകുട്ടിയോടൊപ്പം ഹോട്ടൽ മുറിയിലേക്കെന്നല്ല, ഏതു നരകത്തിലേക്ക് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ഇത് വെറുമൊരു പെണ്ണല്ലല്ലോ, നന്ദിനിയാണെന്ന് ഞാൻ ഊഹിച്ചു. അതുകൊണ്ടാണ് പരിഭ്രമിച്ചതും. എന്തിനു പരിഭ്രമം? നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയാത്തതുകൊണ്ട്. പേടിക്കണ്ട, ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾ അതിൽ കൂടുതൽ സങ്കല്പിച്ചു കാണുകയില്ലല്ലോ. നന്ദിനി വെറുതെ വന്നതാണോ കാണാൻ മാത്രം? കാണാൻ വന്നതാണ്, പക്ഷെ വെറുതെയല്ല. തിരിച്ചു പോയോ? ഇല്ല. അവളെവിടെ? കൃഷ്ണനുണ്ണി ഉദ്വേഗത്തോടെ ചോദിച്ചു. എൻ്റെ കസ്റ്റഡിയിലുണ്ട്. എന്നുവെച്ചാൽ? ഞാൻ അവളെ ഒരിടത്ത് രഹസ്യമായി പാർപ്പിച്ചിട്ടുണ്ടെന്ന്. നാളെ അവൾ പോകുമോ? അവളിനി തിരിച്ചു പോകുന്നില്ല. ഹരി. കൃഷ്ണനുണ്ണി എഴുന്നേറ്റു. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ. ഹരി നാളെ അവളെ തിരിച്ചയക്കണം. അത് പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങൾക്ക് ഹരിയുടെ വീട്ടുകാരോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്.
ഞങ്ങൾ കൂടി വാക്കുകൊടുത്തിട്ടാണ്, കമ്പൽ ചെയ്തിട്ടാണ് ഹരിക്കിവിടെ റീജോയിൻ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് എന്നെ അഭയം പ്രാപിച്ചു വന്ന, എന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ ഞാൻ തൊഴിച്ചെറിയണമെന്നാണോ? കാട്ടുപോത്തിൻ്റെ ഹൃദയമല്ല എൻ്റേത്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് ഹരിയുടെ കണക്കുകൂട്ടൽ? ഞങ്ങളുടെ വിവാഹത്തിൽ ഒരിക്കലുമില്ല. വലിയൊരു ദുരന്തത്തിൽ ഞാൻ പ്രവചിക്കുകയാണെന്ന് കരുതിക്കോളൂ. ഇതൊരു ദുരന്തത്തിലെ കലാശിക്കൂ. ഹരി വിവേകത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരു ദുരന്തവുമില്ല. സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാം. ഞാനും നന്ദിനിയും ഒറ്റപ്പെടും. നന്ദിനി ഹരിയുടെ ഒപ്പമുള്ള വിവരം ഞാൻ ഈ വീട്ടിൽ സകലരെയും അറിയിക്കും. ഭീഷണിയൊന്നും വേണ്ട. നേരത്തെ അറിയിച്ചാൽ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിതം തുടങ്ങേണ്ടി വരും. കുറച്ചുകൂടി വൈകിയാണെങ്കിൽ ഞങ്ങൾക്കല്പം തയ്യാറെടുപ്പ് നടത്താം. അത്രയുള്ളൂ വ്യത്യാസം. കൃഷ്ണനുണ്ണി ഒരക്ഷരം മിണ്ടാതെ പുറംതിരിഞ്ഞു നടന്നു. ചാരിയിരുന്ന വാതിൽ തുറന്ന് അയാൾ ഇറങ്ങിപ്പോയി. ഹരിഹരന് ഒരു കൂസലുമില്ലായിരുന്നു. കൃഷ്ണനുണ്ണിയുടെ ഭീഷണി അയാൾ കണക്കിലെടുത്തതേയില്ല. എത്ര വലിയ വെല്ലുവിളിയെയും നേരിടാൻ മാനസികമായി അയാൾ തയ്യാറെടുത്തു. കൃഷ്ണനുണ്ണി താഴെ മുറ്റത്തിറങ്ങി അമർത്തിച്ചവിട്ടി നടന്നു പോകുന്നത് അയാൾ കിളിവാതിലിലൂടെ കണ്ടു. കൃഷ്ണനുണ്ണി വീട്ടിലാരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പിറ്റേന്ന് ഓഫീസിൽ വെച്ച് കൃഷ്ണനുണ്ണിയെ കണ്ടു. അയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഹരിഹരനോട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു. ഉച്ചതിരിഞ്ഞ് ഹരിഹരൻ ലീവ് എടുത്തു. അപ്പോൾ കൃഷ്ണനുണ്ണി സ്വകാര്യമായി ചോദിച്ചു, നന്ദിനിയുടെ അടുത്തേക്കല്ലേ? അതെ. എന്താ ആവശ്യം? ബാങ്ക് അടയ്ക്കും മുൻപേ ചെന്ന് കുറച്ച് പണം എടുക്കണം. പിന്നെ നന്ദിനിയെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകണം. ഏതാണ്ട് ഉടുതുണിയോടെ മാത്രമാണ് അവൾ വന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ. ചുറ്റിക്കറങ്ങുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. നഗരത്തിന് 1000 കണ്ണുകളുണ്ട്. ഹരിഹരന് വിസ്മയം തോന്നി. ഞാൻ ഹരിയെ ഒറ്റിക്കൊടുക്കുകയില്ല. സ്നേഹത്തിൻ്റെ വേദന എനിക്കറിയാം. എങ്കിലും ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇതാണ്. കഴിയുമെങ്കിൽ ഹരി ഇതിൽ നിന്ന് ഒഴിവാകണം. ഇത് ഹരിയുടെ ജീവിതം തകർക്കും. ഇപ്പോൾ സങ്കല്പിക്കുന്നത് പോലെ ഒരിടത്തും എത്താൻ ഹരിക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ട്? ഇത് ഹരിയുടെ അച്ഛനും അമ്മാവനും അറിഞ്ഞാൽ ആ നിമിഷം ഞാനവളെ കല്യാണം കഴിക്കും. എനിക്ക് തറവാട്ടുവക സ്വത്തുക്കൾ കിട്ടുകയില്ലായിരിക്കും. ജോലി ചെയ്ത് ജീവിക്കേണ്ടി വന്നേക്കാം. വല്ല വാടക വീട്ടിലും അന്തി ഉറങ്ങേണ്ടി വന്നേക്കാം. അതൊരു തകർച്ചയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി ഞാൻ പറയുകയാണ്. ഹരി ഇന്ന് തന്നെ അവളെ മടക്കി അയക്കണം. കുറച്ച് പണവും കൊടുത്തേക്കുക. ഹരിക്ക് വലിയൊരു ഭാവിയുണ്ട്. അത് നശിപ്പിക്കരുത്. വെരി സോറി. ഓക്കെ, ഇനി ഞാൻ ഇതിലിടപെടുകയില്ല. ഇതേക്കുറിച്ച് ഒരു വാക്ക് ശബ്ദിക്കുകയില്ല. പിണങ്ങിയാണോ? ഹരിക്കുട്ടനോട് പിണങ്ങുന്നതെന്തിന്? സ്വന്തം ജീവിതം തേച്ചു മിനുക്കാനും എറിഞ്ഞു തകർക്കാനും അവരവർക്ക് തന്നെയാണ് അവകാശം. ഒരു റിക്വസ്റ്റ്. എന്താ? അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നെ സഹായിക്കാൻ സന്മനസ്സുണ്ടാകുമോ? വേണ്ടി വന്നാൽ. ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. വേറെ ആരും അറിഞ്ഞിട്ടുമില്ല. സ്നേഹത്തിൻ്റെ വേദന കുറേ ഞാൻ അനുഭവിച്ചു. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്മാറാൻ കഴിയാത്ത വിധം ഞാൻ മുൻപോട്ട് കയറിപ്പോയി. വഞ്ചിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ വേദനയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്നിച്ചുള്ള മരണം പോലുമാണ്. ആത്മാഭിമാനമുള്ളവനാണ് ഞാൻ. ഞാൻ കൊടുത്ത വാക്കിന് എന്തുമാത്രം വിലയുണ്ടെന്നാണോ അവൾ കരുതിയിരിക്കുന്നത്, അത്രയും വില അതിനുണ്ടായിരിക്കണം. അവളെ സ്വീകരിച്ചാൽ എൻ്റെ ജീവിതമല്ലേ തകരൂ? മറിച്ച് അവളെ പുറന്തള്ളിയാൽ എൻ്റെ ഹൃദയമാണ് തകരുക. അത്രയും കുറ്റബോധം താങ്ങാൻ എനിക്ക് കൽപ്പില്ല. അതൊരു കടാരക്കുത്തുപോലെ എന്നെ ഹോണ്ട് ചെയ്യും. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയ ശേഷം ഞാൻ പശ്ചാത്തപിച്ചോട്ടെ. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഹരിക്കുട്ട. അവൾക്കൊരു ജോലി നേടിക്കൊടുക്കാൻ എന്നെ സഹായിക്കുമോ? എന്തു ജോലി? എന്തെങ്കിലും ഒരു ചെറിയ പണി. അവൾക്ക് ജീവിക്കാൻ ഉതകുന്നതായിരിക്കണം. എൻ്റെ സഹായമില്ലെങ്കിലും ഞാൻ ശ്രമിക്കാം. ഹരിഹരൻ ടൗണിലേക്ക് പോയി. ബാങ്കിൽ നിന്ന് പണം എടുത്ത ശേഷം അയാൾ ഹോസ്റ്റലിൽ ചെന്ന് നന്ദിനിയെ കണ്ടു. അവൾ പരിഭ്രമിച്ചിരിക്കുന്നത് പോലെ തോന്നി. നമുക്ക് പുറത്തേക്കൊന്ന് പോകണം, അയാൾ പറഞ്ഞു. ഞാനിപ്പോൾ ഒരുങ്ങി വരാം. ഹരിഹരൻ കാത്തിരുന്നു. 10 മിനിറ്റിനുള്ളിൽ നന്ദിനി വന്നു. ശരി, പോകാം. റോഡിലൂടെ നീങ്ങുമ്പോൾ ഹരിഹരൻ ചോദിച്ചു, നന്ദിനിക്കിനിയും ആശങ്ക മാറിയില്ലേ? എന്താ ചോദിച്ചത്? മുഖം കണ്ടപ്പോൾ തോന്നി. നടുക്കടലിലല്ലേ ഞാൻ? അറിയാത്ത നാട്ടിൽ ഈ ഒരാളെ മാത്രം ആശ്രയിച്ച്. എന്നെ ശരിക്കും വിശ്വാസം വന്നിട്ടില്ല അല്ലേ? വിശ്വാസം കൊണ്ട് മാത്രമല്ല ഞാൻ ഇറങ്ങിത്തിരിച്ചത്. പിന്നെ എന്താ? ഒരുതരം പേടി. എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന്. എന്തു വന്നാലും ഞാൻ എൻ്റെ നന്ദിനിക്കുട്ടിയെ കൈവിടില്ല, പോരെ? അയാൾ അവളുടെ വിരലുകളിൽ മുറുകെ പിടിച്ചു. എനിക്കറിയാം. എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി. എന്നെ സഹായിക്കുന്നതിൻ്റെ പേരിൽ സാറിന് എന്തൊക്കെ കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്നോർത്തിട്ടാ ഞാൻ കാരണം. നന്ദിനി, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനി എന്തു വന്നാലും നമ്മൾ ഒരുമിച്ചല്ലേ നേരിടുന്നത്.
ഹരിഹരൻ അവളെ ഒരു ഫാബ്രിക്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമുക്ക് കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങണം. സെലക്ഷന് നന്ദിനി എന്നെ സഹായിക്കണം. ഹരിഹരൻ പറഞ്ഞു. സാരികളും മറ്റുമായി നന്ദിനിക്ക് അത്യാവശ്യം വേണ്ടുന്ന ഏതാനും ജോഡി വസ്ത്രങ്ങളെടുത്തു. നന്ദിനി തനിക്കാണിതെല്ലാം എന്നറിഞ്ഞപ്പോൾ ആദ്യം മുതൽക്ക് വിലക്കൂടുതൽ കൊണ്ട് പലതും മാറ്റിവെച്ചു. ഒടുവിൽ ഹരിഹരൻ തന്നെ അവളുടെ സഹകരണം കൂടാതെ സെലക്ഷൻ നടത്തി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നിന്നും നന്ദിനിക്ക് വേണ്ട സോപ്പ്, ചീപ്പ്, പൗഡർ, പേസ്റ്റ് ഇത്യാദി സാധനങ്ങളും വാങ്ങി. അതിനുശേഷം ഹോട്ടലിൽ കയറി രണ്ടാളും കാപ്പി കഴിച്ചു. 6 മണിക്ക് മുൻപ് ഹരിഹരൻ നന്ദിനിയെ ഹോസ്റ്റലിൽ കൊണ്ടുചെന്ന് വിട്ടു. ഇനി നന്ദിനിക്ക് ഒരു ജോലി തേടി കണ്ടുപിടിച്ചിട്ടേ ഞാനിവിടെ വരൂ. എന്നെ 3-4 ദിവസം കണ്ടില്ലെങ്കിലും പരിഭ്രമിക്കുകയൊന്നും വേണ്ട. എന്ന് മാത്രമല്ല, തൽക്കാലം നമ്മൾ കൂടെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ആരെങ്കിലും കണ്ടിട്ട് വീട്ടിലറിയിച്ചാൽ ആകെ കുഴപ്പമാകും. ഉടനെ വെല്ലുവിളിയുമായിട്ടിറങ്ങാൻ എനിക്കുദ്ദേശമില്ല. നമുക്ക് തയ്യാറെടുക്കണ്ടേ? നന്ദിനി മെല്ലെ തലയാട്ടി. ഹരിഹരൻ അടുത്ത ദിവസം മുതൽ നന്ദിനിക്കൊരു ജോലിക്കു വേണ്ടി ഊർജിതമായ ശ്രമം തുടങ്ങി. തനിക്കുള്ള സൗഹൃദവും സ്വാധീനവുമെല്ലാം അയാൾ വിനിയോഗിച്ചു. ഒടുവിൽ കൃഷ്ണനുണ്ണിയുടെ ആത്മാർത്ഥതയാണ് ഉപകരിച്ചത്. അയാൾ ഒരു ദിവസം ഹരിഹരനെ വിളിച്ചു പറഞ്ഞു, തൻ്റെ നന്ദിനിക്കുട്ടിക്ക് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എവിടെ? അത്ര മെച്ചപ്പെട്ട പണിയൊന്നുമല്ല, ഒരു ചെറിയ ശമ്പളമേ കിട്ടൂ. എന്തു ജോലിയാണത്? എന്തായാലും വേണ്ടില്ല. ഒരു ബുക്ക് സെൻറ്ററിൽ സെയിൽസ് ഗേളായിട്ട് എന്താ പറ്റുമോ? അത് കുഴപ്പമില്ല. ഏതാണ് സ്ഥാപനം? ടൗണിൽ തന്നെ. അവർക്ക് സ്വന്തം അച്ചടിശാലയും സ്വന്തം പുസ്തക പ്രസിദ്ധീകരണങ്ങളുമൊക്കെയുണ്ട്. വിക്ടറി ബുക്ക് സെൻറ്റർ. ഒരുപക്ഷെ ഹരിഹരൻ കേട്ടിട്ടുണ്ടാവും. ശമ്പളം എത്ര കിട്ടും? 1000 എന്നാണ് പറഞ്ഞത്. വ്യക്തമല്ല. മതി, അവളുടെ ഹോസ്റ്റൽ ചെലവുകൾ നടക്കുമല്ലോ. പക്ഷേ 7000 രൂപയെങ്കിലും സെക്യൂരിറ്റി വയ്ക്കണം. അതാണ് പ്രശ്നം. ഹരിഹരനും അത് പ്രതീക്ഷിച്ചില്ല. ജോലി കിട്ടും എന്നറിഞ്ഞപ്പോഴത്തെ സന്തോഷം മങ്ങി. ഹരിഹരൻ എന്തിനു വിഷമിക്കണം? നല്ലൊരു സ്വകാര്യ സമ്പാദ്യം കാണുകയില്ലേ? അതിൽ നിന്നും എടുക്കണം. ഇല്ല, എനിക്ക് വലിയ സംഖ്യയൊന്നും നീക്കിയിരിപ്പില്ല. 8-10 ആയിരം രൂപ ബാങ്കിൽ കണ്ടേക്കും. അത്രയുള്ളോ? ഞാനെൻ്റെ ചെലവുകൾക്കൊന്നും വീട്ടിൽ നിന്ന് പണം പറ്റാറില്ലായിരുന്നു. എന്നു മാത്രമല്ല, വിശേഷ അവസരങ്ങളിൽ അമ്മയ്ക്കും അനുജന്മാർക്കും കല്യാണിക്കുട്ടിക്കുമൊക്കെ വേണ്ടി വിലപിടിച്ച സമ്മാനങ്ങളും മറ്റും വാങ്ങി കുറെ ദുർവ്യയം ചെയ്തു കളഞ്ഞു. പിന്നെ ബൈക്ക് മെയിൻ്റനൻസ് ചെയ്യാനുള്ള പണം. ഇത്രനാൾ ഒരു കരുതലുമില്ലാതെയാ ജീവിച്ചത്. ഇങ്ങനെയൊരവസ്ഥ വരുമെന്ന് ഒട്ടും കരുതിയില്ലല്ലോ. ബാങ്കിലുള്ളത് എടുത്തു കൊടുക്ക്. ഒരു ജോലി കിട്ടുന്നതല്ലേ, കളയണ്ട. ആ പണമാണ് എന്തെങ്കിലും ചങ്കൂറ്റം കാണിക്കാൻ ആകെയുള്ള കരുതൽ ധനം. വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടേക്കാമല്ലോ ഏതു നിമിഷവും. നന്ദിനിയെ ഞാനിവിടെ രഹസ്യമായി പാർപ്പിക്കുന്നു എന്നറിയുന്ന താമസമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു വീട് വാടകയ്ക്കെടുക്കാനോ വീട്ടു സാധനങ്ങൾ വാങ്ങാനോ ഒക്കെ എൻ്റെ കൈവശം അതേയുള്ളൂ. ഏതായാലും തൽക്കാലത്തെ ആവശ്യം നടക്കണ്ടേ? വരാനുള്ളത് അത് കഴിഞ്ഞല്ലേ? ഹരിഹരന് ആ പണം ഉപയോഗിക്കുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം തന്നെ അയാൾ നന്ദിനിയെ ചെന്ന് കണ്ട് ജോലിക്കാര്യം അറിയിച്ചു. അവൾക്ക് സന്തോഷമായി. നന്ദിയും സ്നേഹവും അതിൻ്റെ ഉച്ചകോടിയിൽ അവളുടെ കണ്ണുകളിൽ തിളങ്ങി. ഹരിഹരൻ സെക്യൂരിറ്റി തുകയെക്കുറിച്ച് അവളോട് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. വെറുതെ എന്തിന് അവളെ അതുകൂടി അറിയിച്ച് വിഷമിപ്പിക്കുന്നു എന്ന് കരുതി. ഹരിഹരൻ വിക്ടറി ബുക്ക് സെൻറ്ററിൽ കൃഷ്ണനുണ്ണിയെയും കൂട്ടിപ്പോയി. പറഞ്ഞ തുക സെക്യൂരിറ്റി കൊടുക്കാമെന്ന് സമ്മതിച്ചു. അവർക്ക് അത് മാത്രം പോരാ. ജോലിക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യണം. അവർക്ക് തൃപ്തികരമായെങ്കിൽ മാത്രമേ ജോലി നൽകൂ. നിർദ്ദിഷ്ട ദിവസം ഹരിഹരൻ നന്ദിനിയെയും കൂട്ടി ബുക്ക് സെൻറ്ററിൽ ചെന്നു. ഇൻ്റർവ്യൂ വിജയകരമായി അവസാനിച്ചു. സ്ഥാപനത്തിൻ്റെ മാനേജർക്ക് നന്ദിനിയെ ഇഷ്ടമായി. അവൾക്ക് ഇഷ്ടമുള്ള ഏതു ദിവസം വേണമെങ്കിലും ജോലിക്ക് ചേർന്നുകൊള്ളുവാൻ അനുവദിച്ചു. 1000 രൂപ ശമ്പളം കൊടുക്കും. നന്ദിനിയെയും കൂട്ടി ഹരിഹരൻ മടങ്ങി. നന്ദിനി ആഹ്ലാദവതിയായി കാണപ്പെട്ടു. ഇപ്പോഴാ എനിക്കൊരാശ്വാസമായത്. പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പായല്ലോ, നന്ദിനി പറഞ്ഞു. ഹരിഹരൻ അലക്ഷ്യമായി മൂളി. അയാൾ മറ്റെന്തോ ആലോചിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ദുസ്വപ്നങ്ങളൊന്നും കാണാതെ സുഖമായി ഉറങ്ങും. വളരെ വർഷങ്ങൾക്ക് ശേഷം. പെണ്ണിന് നിധി കിട്ടിയ മട്ടാണല്ലോ. നിധി എനിക്ക് നേരത്തെ കിട്ടി. ഞാൻ അർഹിക്കാത്ത നിധി. ലോകത്താർക്കും കിട്ടിയിട്ടില്ലാത്ത വില പിടിച്ച നിധി. ഈ ജോലിക്കൊന്നും സ്ഥിരതയില്ല. ഏതു നിമിഷവും അവർക്ക് നിന്നെ പറഞ്ഞുവിടാം. എന്നാലും അതുവരെ നിൽക്കാമല്ലോ. എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നു. ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എനിക്കറിഞ്ഞുകൂടാ. നന്ദിയൊക്കെ പിന്നീട് പറയാം. ആ ഒരു വാക്ക് പറഞ്ഞ് എന്നെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഏതായാലും തിങ്കളാഴ്ച മുതൽ നന്ദിനി ജോലിക്ക് പോയി തുടങ്ങിക്കോ. പിന്നെ ഇത് ആജീവനാന്തം ഉപകരിക്കുന്ന ജോലിയായിട്ട് കരുതണ്ട. നന്ദിനി കുറച്ചു കാലം ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിച്ചെന്നോ പഠിക്കണമെന്ന് വിചാരിച്ചെന്നോ ഒക്കെയല്ലേ പറഞ്ഞത്. ജോലിക്കിടയിൽ അതുകൂടി പൂർത്തിയാക്കുക.
ഹോസ്റ്റലിലിരുന്ന് പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് ഡിഗ്രിക്കും ശ്രമിക്കാം. എങ്കിലേ പിന്നീട് നല്ല ജോലിക്ക് അവസരമുണ്ടാകൂ. നന്ദിനി മൂളിക്കേട്ടു. അവളെ ഹോസ്റ്റലിൽ എത്തിച്ച ശേഷം ഹരിഹരൻ വീട്ടിലേക്ക് പോയി. അധ്യായം 17. തിങ്കളാഴ്ച മുതൽ നന്ദിനി ജോലിക്ക് പോയി തുടങ്ങി. അവൾക്ക് ജോലി നന്നേ ഇഷ്ടമായി. അതേസമയം രസകരവും. അവിടെ 3 യുവതികൾ കൂടി അവളോടൊപ്പം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അനിത, ശ്യാമള, ജാസ്മിൻ. അവർ വേഗം കൂട്ടുകാരികളായി. സ്ഥാപനത്തിൻ്റെ മാനേജർ ചെറിയാച്ചൻ എന്ന മധ്യവയസ്കനായിരുന്നു. വളരെ മാന്യമായാണ് ആദ്യമെല്ലാം അയാൾ നന്ദിനിയോട് പെരുമാറിയത്. ചെറിയാച്ചൻ്റെ ഓഫീസ് മുറി ഷോറൂമിന് പിന്നിലായിരുന്നു. പുസ്തകങ്ങൾ അടുക്കി വെച്ച 4 ഷെൽഫുകളും 3 ടെലിഫോണും എക്സിക്യൂട്ടീവ് ചെയറും ഘനമുള്ള ചില്ലിട്ട വലിയ മേശയും സോഫയും മറ്റിരിപ്പിടങ്ങളുമുള്ള മുറി. ചെറിയാച്ചൻ ഇടയ്ക്കിടെ നന്ദിനിയെ തൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ച് സ്നേഹരൂപേണ പല ഉപദേശങ്ങളും നൽകുമായിരുന്നു. നീ സുന്ദരിയാണ്. ഒരു സെയിൽസ് ഗേളിന് വേണ്ടുന്ന ഒന്നാമത്തെ ഗുണം അതാണ്. അത് നിനക്കുണ്ട്. ഇനി അത് വേണ്ടവണ്ണം വിനിയോഗിക്കാൻ പഠിക്കണം. വിനയത്തോടും പുഞ്ചിരിയോടും കൂടി വേണം കസ്റ്റമറെ സമീപിക്കാൻ. ഈ പുസ്തകം വേണ്ട എന്നൊരാൾ പറയുമ്പോൾ ഇതെടുക്കൂ സാർ എന്ന് നീ നിർബന്ധിച്ചാൽ അയാൾ പുസ്തകം എടുത്തു പോകും. അത്ര വശ്യമായി വേണം പെരുമാറാൻ. ബിസിനസ് നടന്നു കഴിഞ്ഞാൽ അയാളെ കണ്ട ഭാവം നടിക്കാതെ അടുത്ത കസ്റ്റമറെ സമീപിച്ചു കൊള്ളണം. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉവ്വ് സാർ. പൊയ്ക്കോ. കുറെ കഴിഞ്ഞ് വീണ്ടും വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് മനസ്സിലായി അയാളുടെ സമീപനം അത്ര പന്തിയല്ലെന്ന്. ചിലപ്പോൾ കൈത്തണ്ടയിലൊന്നു തൊടും, തോളിലൊന്നു തട്ടിയും തലയിലൊന്നു തടവിയുമൊക്കെയാണ് സംസാരം. ശ്യാമള അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. വായിൽ നോക്കി അയാൾ സൂക്ഷിച്ചോ. ഒരാഴ്ചയ്ക്ക് ശേഷം ഹരിഹരനെ കണ്ടപ്പോൾ അവൾ ഈ വിവരങ്ങൾ പറഞ്ഞു. നീ മൈൻഡ് ചെയ്യണ്ട. ചിലരങ്ങനെയാ. എന്തായാലും വാസവനോളം വരില്ലല്ലോ. അവനെ ചെറുത്തുനിന്ന നന്ദിനിക്ക് ഇത് വെറും നിസ്സാരമല്ലേ. ചുമ്മാ ഇളിച്ചു കാണിച്ചേക്കണം. എന്താ നഷ്ടം? അയാൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളും. എനിക്കെന്തോ പേടി പോലെ. കൊള്ളാം. അയാൾ നിന്റെ അടുത്ത് ബലപ്രയോഗത്തിന് വരുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കടയിൽ വേറെയും ആൾക്കാരുണ്ടല്ലോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൃഷ്ണൻ ഉണ്ണിയെക്കൊണ്ട് പറയിക്കാം. പിന്നെ അയാൾ ചെറുവിരൽ അനക്കുകയില്ല. അതൊന്നും വേണ്ട. അത്രയ്ക്കൊന്നുമില്ല. സാറിനെ ആ വഴിക്കൊന്നും കാണാറേയില്ലല്ലോ. ജോലി വാങ്ങിത്തന്നപ്പോൾ ഭാരമൊഴിഞ്ഞുവല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഹരിഹരൻ്റെ മുഖം തുടുത്തു. ഭാരമൊഴിച്ചെന്നോ? നീ എനിക്കൊരു ഭാരമായിരുന്നെങ്കിൽ ഇന്ന് നീ വാസവൻ്റെ വെപ്പാട്ടിയല്ലായിരുന്നോ? അല്ലെങ്കിൽ ഈ നഗരത്തിൻ്റെ ചെളിക്കുണ്ടിലെ വില കുറഞ്ഞ ഒരു... ഹരിഹരൻ നിർത്തിക്കളഞ്ഞു. ദേഷ്യത്തിൽ അയാളുടെ കണ്ണുകൾ ചുവന്നുപോയി. നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വെറുമൊരു പരിഭവം പറഞ്ഞതാണ്. അതിത്ര ക്ഷോഭത്തിനിടയാക്കുമെന്ന് വിചാരിച്ചില്ല. ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. അറിയാതെ പറഞ്ഞുപോയി. ക്ഷമിക്കണം. ഹരിഹരന് വല്ലായ്മ തോന്നി. പോട്ടെ, സാരമില്ല. എനിക്ക് മുനവെച്ച് സംസാരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. നന്ദിനി കുറേ നിമിഷം നിശബ്ദമായിരുന്നു. പിന്നെ മുഖമുയർത്തി ഹരിഹരനെ നോക്കി. മുനവെച്ചല്ല പറഞ്ഞത്. എനിക്ക് എന്നും കാണണമെന്ന ആഗ്രഹം. ഞാനത് പറഞ്ഞാൽ അധിക പ്രസംഗമാവുകയില്ലേ? എന്നും കാണാനോ? കൊള്ളാം. വീട്ടിൽ ന്യൂസ് ഇതുവരെ എത്തിയിട്ടില്ല. ഏത് നിമിഷമാണ് എത്തുന്നതെന്ന് പേടിച്ചിരിക്കുകയെ ഞാൻ. അതിനിടയ്ക്ക് നമ്മൾ എന്നും തമ്മിൽ കണ്ട് കൈകോർത്ത് ലാലല്ല പാടി നടന്നാൽ പിന്നെ അധികം കാലതാമസമുണ്ടാവില്ല. എന്തിന്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ. എവിടേക്കാ പോരുക? നിന്റെ അടുത്തേക്ക്. വേറെ എവിടെയാ എനിക്കൊരാശ്രയം? നന്ദിനിയുടെ ഹൃദയം പൂത്തു. പോകാൻ നേരം ഹരിഹരൻ പറഞ്ഞു. ഞാൻ വല്ലപ്പോഴും വരാം. പുസ്തകം വാങ്ങാൻ. അതല്ലേ ഉള്ളൂ ഒരു മാർഗം. നന്ദിനി ചിരി തൂകി. പിന്നീട് ഇടയ്ക്കിടെ ഹരിഹരൻ പുസ്തകം വാങ്ങാനെന്ന വ്യാജേന ബുക്ക് സെൻറ്ററിൽ ചെല്ലുമായിരുന്നു. നന്ദിനിക്ക് ചെറിയാച്ചൻ്റെ ശല്യം അസഹ്യമായി തീർന്നു. അത് നാൾക്കുനാൾ വർദ്ധിച്ചും വന്നു. മുറിയിൽ ആര് കിടന്നാലും വാതിലടച്ചിരിക്കണം. അതയാൾക്ക് നിർബന്ധമാണ്. ജാസ്മിൻ കയറിയാലും ശ്യാമള കയറിയാലും അനിത കയറിയാലും ഡോറടയ്ക്കും. നന്ദിനിയോട് പറഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യൂ. ജാസ്മിനും അനിതയുമൊക്കെ അയാളുമായി കൊഞ്ചിക്കുഴയുന്നത് നന്ദിനി പലവട്ടം കണ്ടു. അവരിൽ ആരെങ്കിലും കയറിയാൽ അടഞ്ഞ വാതിൽ തുറക്കാൻ ചിലപ്പോൾ ദീർഘനേരം എടുത്തുവെന്നും വരാം. ഒരു വേള നന്ദിനിക്ക് ചെറിയാച്ചൻ തൻ്റെ ഇരുവശത്തുമായി അനിതയെയും ജാസ്മിനെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കാഴ്ച കാണേണ്ടി വന്നു. അത് കാണിക്കുവാൻ എന്നോണം ചെറിയാച്ചൻ അവളെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അന്ന് വൈകുന്നേരം ജാസ്മിൻ പറഞ്ഞു, അയാളെ പ്രസാദിപ്പിച്ചു നിർത്തുന്നത് നല്ലതാ. അയാളൊന്ന് തൊടുകയോ പിടിക്കുകയോ ചെയ്തെന്ന് വെച്ച് നമുക്കെന്താ നഷ്ടം? അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, അറിയാലോ. 2 കൈകൊണ്ടും വാരിത്തരും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആർക്കു വേണ്ടിയിട്ടാ ഇത് സൂക്ഷിക്കുന്നേ? അനിത പറഞ്ഞു. ഈ ആണുങ്ങളെല്ലാം കണക്കാ. അവർ കാണുന്ന പെണ്ണുങ്ങളുടെയെല്ലാം പുറകെ പോവും. കെട്ടാൻ നേരം അവർക്ക് കന്യകയെ തന്നെ വേണം താനും.
അനിതയ്ക്കും ജാസ്മിനും ചെറിയാച്ചനുമായി ചീത്ത ബന്ധമുണ്ടെന്ന് നന്ദിനിക്ക് മനസ്സിലായി. ശ്യാമള അത് തുറന്നു പറയുകയും ചെയ്തു. ചാരിത്രത്തിന് വിലയുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ നീ അത് കാത്തുസൂക്ഷിക്കുക തന്നെ വേണം. ഞങ്ങളെല്ലാം അത് നഷ്ടപ്പെടുത്തിയവരാ. നിനക്കറിയോ, സെക്യൂരിറ്റി വയ്ക്കാൻ 7000 രൂപയില്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാരിത്രമാ അയാൾക്ക് സെക്യൂരിറ്റി കൊടുത്തത്, ഈ ജോലിക്ക് വേണ്ടിയിട്ട്. ഒരു ദിവസം ചെറിയാച്ചൻ നന്ദിനിയുടെ കയ്യിൽ കിടന്ന് പിടിക്കുകയുണ്ടായി. വലിച്ചടിപ്പിച്ച് ആലിംഗനം ചെയ്യാനായിരുന്നു ശ്രമം. നന്ദിനി കുതിറിമാറി. മറ്റൊരിക്കൽ ബലമായി മുഖം പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു. അറിയാത്ത മട്ടിലുള്ള തട്ടലിനും മുട്ടലിനും പുറമെയാണത്. നിന്നെപ്പോലെ സെക്യൂരിറ്റി വെച്ച് ജോലിക്ക് കയറിയവരാ ജാസ്മിനും അനിതയുമൊക്കെ. അവർക്കുള്ളതിൽ കൂടുതലൊന്നും നിനക്കുമില്ലെന്ന് എനിക്കറിയാം. കാശ് വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ തരാം. ശമ്പളം മറ്റുള്ളവരെക്കാൾ 100 150 കൂട്ടിത്തരാം. എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് ഒന്നും കൂടുതലായിട്ട് വേണ്ട, അവൾ അപേക്ഷാപൂർവം പറഞ്ഞു. ചുമ്മാ അഭിനയിക്കാതെടി. നിന്നെപ്പോലത്തെ എത്ര എണ്ണത്തിനെ കണ്ടതാ ഞാൻ. ചവിട്ടും തൊഴിയുമൊക്കെ നിർത്തുന്നതാ നല്ലത്. പൊയ്ക്കോ. അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ചെറിയാച്ചൻ കുറെ കൂടി നല്ല ഒരു അവസരത്തിന് കാക്കുകയായിരുന്നു. ഒരൊഴിവു ദിവസം അയാൾ അനിതയെയും ജാസ്മിനെയും നന്ദിനിയെയും ഓവർ ടൈമിന് വിളിച്ചു. ബുക്ക് സെൻറ്ററിന് അവധിയാണെങ്കിൽ പുസ്തകങ്ങൾ പുതിയൊരു വിധത്തിൽ ക്രമീകരിക്കണമെന്ന് പറഞ്ഞാണ് മൂവരെയും വരുത്തിയത്. മുൻവശത്തെ ഷട്ടർ താഴ്ത്തിയിട്ടുകൊണ്ടായിരുന്നു ജോലി നടത്തിയത്. 3 പേരും പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്ന പണി തുടങ്ങി. ഇടയ്ക്ക് ചെറിയാച്ചൻ നന്ദിനിയെ മുറിയിലേക്ക് വിളിപ്പിച്ചു. മുറിയിൽ കയറിയ ഉടനെ അയാൾ പറഞ്ഞു, വാതിലടയ്ക്ക്. നന്ദിനി സംശയിച്ചു. നിനക്ക് മാത്രം എന്താ മടി? എത്ര തവണയായി ഞാനിത് നിന്നോട് പറയുന്നു. നന്ദിനി വാതിലടച്ചു. ചെറിയാച്ചൻ എഴുന്നേറ്റ് ചെന്ന് മുകളിലത്തെ ബോൾട്ടിട്ടു. നന്ദിനി ഞെട്ടിപ്പോയി. നിലവിളിക്കാനും അലറാനും ഒന്നും ശ്രമിക്കണ്ട, ഫലമില്ല. അടുത്ത കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. നിന്റെ ശബ്ദം റോഡിലെത്തുകയില്ല. ആകെ കേൾക്കാനുള്ളത് അനിതയും ജാസ്മിനും മാത്രം. അവർ എൻ്റെ സ്വന്തം കുട്ടികളാണെന്ന് അറിയാമല്ലോ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല. അതുകൊണ്ട് നമുക്കൊരു പരസ്പര ധാരണയിൽ പോകാം, എന്താ? അയാൾ അവളുടെ തോളിൽ ഭാരിച്ച കൈകൾ വെച്ചു. എന്നെ ഉപദ്രവിക്കരുത്, ദൈവത്തെ ഓർത്ത്. എന്നെ നശിപ്പിക്കരുത്. ഇല്ലടി, തേച്ചു മിനുക്കുകയുള്ളൂ. നിനക്കെത്ര പണം വേണം? അതാദ്യം പറ. എനിക്കൊന്നും വേണ്ട. എന്നെ വെറുതെ വിട്ടാൽ മതി. നിന്നേക്കാൾ ചവിട്ടും തൊഴിയുമുള്ള സുന്ദരിമാർ എൻ്റെ കാൽക്കൽ വീണു കിടന്നിട്ടുണ്ട്. തൊഴിച്ചെറിഞ്ഞാലും പോകാൻ മടിച്ച്. നന്ദിനി അയാളുടെ കൈ കുതിറിച്ചു. പെണ്ണെ, അഭ്യാസം എടുക്കല്ലേ, അതും എൻ്റെ അടുത്ത്. അയാൾ അവളുടെ തോളിൽ പിടിച്ച് പിന്നോട്ടുന്തിക്കൊണ്ടുപോയി ചുമരിൽ ചേർത്തമർത്തി. നിന്നെ കൊന്നാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല, മനസ്സിലായോടി? അയാൾ അവളുടെ സാരിക്കുത്ത് വലിച്ചഴിച്ചു. നന്ദിനി സർവ്വശക്തിയുമെടുത്ത് അയാളെ പിന്നോട്ട് തള്ളി. ചെറിയാച്ചൻ അവളുടെ കഴുത്തിൽ പിടുത്തമിട്ടു. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നാളെ മുതൽ നീ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയില്ല. നന്ദിനി പക്ഷേ ആ ഭീഷണിക്ക് വഴങ്ങിയില്ല. പൊരുതാനുറച്ച് അവൾ നിന്നു. ചെറിയാച്ചൻ ചെറിയ തോതിലൊരു ബലപ്രയോഗം നടത്തി നോക്കി. അയാൾക്ക് വാസ്തവത്തിൽ ഭയമുണ്ടായിരുന്നു. അനുനയം കൊണ്ടും ഭീഷണി കൊണ്ടും അവളെ വശപ്പെടുത്താമെന്നാണ് അയാൾ കരുതിയത്. ബലപ്രയോഗത്തിൻ്റെ രീതി അയാൾക്ക് അത്ര വശമില്ല എന്നു മാത്രമല്ല, അവൾ വഴങ്ങാത്തതിൻ്റെ ഇച്ഛാഭംഗം തീർക്കുവാൻ വേണ്ടിയാണ് അയാൾ ബലപ്രയോഗത്തിന് മുതിർന്നതു തന്നെ. മൽപ്പിടുത്തം അല്പസമയം നീണ്ടു. നന്ദിനിയുടെ കരുത്ത് അയാളെ അമ്പരപ്പിച്ചു. ഒരു പുരുഷന്റെ ധൈര്യവും തൻ്റെടവും കൂടി അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ തടി ചീത്തയാകുമായിരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ പ്രതീക്ഷിച്ചതുപോലെ അബലയായിരുന്നില്ല അവൾ. നിരന്തരമായ ജോലി ചെയ്ത് കരുത്താർജിച്ച ശരീരമാണത്. എൻ്റെ ശവത്തിലെ നിങ്ങൾക്ക് കൈവയ്ക്കാനാകൂ. നന്ദിനി ചീറി നിന്നു. ബലപ്രയോഗം നിഷ്ഫലമാണെന്ന് മനസ്സിലായപ്പോൾ ചെറിയാച്ചൻ പിന്മാറി. വെറുതെ ഇരുന്ന് തിന്നു ചീർത്തുപോയ ആ ശരീരം വേർപ്പിൽ കുളിച്ചിരുന്നു. അയാൾ തളർന്ന് വാതിലിൽ ചാരി നിന്നു. നന്ദിനി അഴിഞ്ഞുലഞ്ഞ ഉടയാടകൾ ശരിയാക്കി മുടി മാടിക്കെട്ടി. പുറത്തു കിടക്കാനായി അവൾ വാതിൽക്കൽ വന്നപ്പോൾ ചെറിയാച്ചൻ പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ എന്തു നടന്നുവെന്ന് മറന്നേക്കുക. ഇത് കൃഷ്ണനുണ്ണി എങ്ങാൻ അറിഞ്ഞാൽ നീ പിന്നെ ജീവനോടെ ശേഷിക്കുകയില്ല. ചെറിയാച്ചന് അതായിരുന്നു പേടി. കൃഷ്ണനുണ്ണിയുടെ മുൻപിൽ തൻ്റെ മാന്യതയുടെ മുഖം മൂടി പൊളിഞ്ഞു വീഴുമോ എന്ന്. മാത്രമല്ല, കൃഷ്ണനുണ്ണി പത്രക്കാരനാണ്. ബലാത്സംഗ ശ്രമത്തിന് ഒരു കേസോ ഒരു പത്ര റിപ്പോർട്ടോ ഉണ്ടായാൽ തൻ്റെ സൽപ്പേരിനെ മാത്രമല്ല ബിസിനസ്സിനെ കൂടി അത് ബാധിക്കും. ഇനിമേലിൽ ഇതുപോലൊരനുഭവം എനിക്കിവിടെ ഉണ്ടാകരുത്. നന്ദിനിയും തൻ്റെ ഉപാധി മുന്നോട്ട് വെച്ചു. മൗനം കൊണ്ടായിരുന്നു മറുപടി. നന്ദിനി വേഗം തിരിച്ചു വന്നത് കണ്ട് അവർ വിസ്മയിച്ചു. ചെറിയാച്ചൻ ഇവളെ വെറുതെ വിട്ടയച്ചോ? ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ലേ? നന്ദിനിയുടെ തീ പാറുന്ന നോട്ടം അവരുടെ മേൽ വീണു. ഈ ബിസിനസ്സിൽ നിങ്ങൾക്കെന്ത് ലാഭം കിട്ടും? നന്ദിനി ചോദിച്ചു. ബിസിനസ്സോ? ഏതു ബിസിനസ്? അനിത അറിയാത്ത ഭാവം നടിച്ചു. മുതലാളിക്ക് കൂട്ടിക്കൊടുപ്പ്. ജാസ്മിൻ്റെ മുഖം ചുവന്നു. പല ലാഭങ്ങളുണ്ട്.
വീട്ടിൽ അനുജത്തിമാരില്ലായിരുന്നോ? അതാവുമ്പോൾ വില പേശുകയും ചെയ്യാമായിരുന്നില്ലേ? ജാസ്മിന് മുഖത്ത് അടി കിട്ടിയതുപോലെയായി. നന്ദിനി ബുക്ക് ഷെൽഫുകൾക്കിടയിലൂടെ നടന്ന് ഷട്ടറിനരികിലെത്തി. ബന്ധപ്പെട്ട് അത് 4-5 ഉയർത്തി കുനിഞ്ഞ് പുറത്തു കിടന്നു. ചെറിയാച്ചൻ അനിതയുടെയും ജാസ്മിൻ്റെയും അടുത്ത് വന്നു. അവൾ പോയോ? പോയി. എന്താ സാറേ ഇത്? എന്താ സംഭവിച്ചത്? ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല അവൾ. പുറത്തു വിടരുതായിരുന്നു. ഞാൻ കുറേ ശ്രമിച്ചു. എന്തൊരു കരുത്ത്! കാട്ടുമൃഗത്തിൻ്റെ പോലെ. അവളെ കീഴടക്കണമെങ്കിൽ കൊല്ലുകയല്ലാതെ നിവൃത്തിയില്ലെന്ന് തോന്നി. അതിൻ്റെ പേരിൽ ജയിലിൽ പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് വിട്ടുകളഞ്ഞു. കഷ്ടം, ഞങ്ങളെ കൂടി നാണം കെടുത്തിയല്ലോ. അവൾ രക്ഷപ്പെട്ട് മിടുക്കിയായി. അതിൻ്റെ പേരിൽ ഞെളിഞ്ഞു നടക്കും. ഞങ്ങളെ പുച്ഛിക്കുകയും ചെയ്യും. അവൾ ഞങ്ങളോട് ചോദിച്ചത് സാറ് കേട്ടില്ലല്ലോ. അനുജത്തിമാരെ കൂട്ടിക്കൊടുക്കുന്നതായിരുന്നില്ലേ ആദായമെന്ന്. മുഖത്തടിച്ചിട്ടല്ലേ അവൾ പോയത്. സാരമില്ല, മറന്നുകള. ഇനി അവളെ ജോലിക്ക് വച്ചോണ്ടിരിക്കരുത്. പിരിച്ചുവിടണം, നാളെ തന്നെ. ജാസ്മിൻ പകയോടെ ആവശ്യപ്പെട്ടു. അത് കുഴപ്പമാകും ജാസ്മിൻ. കൃഷ്ണനുണ്ണിയുടെ കക്ഷിയാത്. പിരിച്ചുവിട്ടാൽ അവൾ ചെന്ന് അയാളോട് സംഭവം പറയും. ഞാനിവിടുത്തെ ഒരു മാന്യനല്ലേ. അയാൾ വല്ലതും എഴുതിവിട്ടാൽ സ്ഥാപനം പൂട്ടേണ്ടി വരും. അല്ലെങ്കിൽ അവൾ ചെന്ന് പറയുകയില്ലേ? പറയുകയില്ല. അവൾക്കറിയാം. പറഞ്ഞാൽ പിറ്റേന്നു മുതൽ അവൾക്കിവിടെ ജോലിയില്ലെന്ന്. ഇരിക്കുന്ന കമ്പ് മുറിക്കാൻ മാത്രം വിഡ്ഢിയല്ല അവൾ. ഞാനത് അവളോട് സൂചിപ്പിച്ചാ വിട്ടത്. ജാസ്മിന് രോഷം അടക്കാൻ കഴിയുന്നില്ല. അവളെ ഞാൻ പിരിച്ചുവിടും ജാസ്മിൻ. നാളെയും മറ്റന്നാളുമല്ല. എൻ്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് ഞാൻ കെണിയൊരുക്കും. ഒരു വിധത്തിലും ഊരിപ്പോരാൻ കഴിയാത്ത കെണി. അന്നേ അവൾക്ക് മനസ്സിലാകൂ ചെറിയാച്ചൻ ആരാണെന്ന്. സാറിനെങ്ങനെ ആശ്വസിക്കാം? ഞങ്ങളെങ്ങനെ അവളുടെ മുഖത്തു നോക്കും? നമ്മൾ 3 പേരും കൂടി നടത്തിയ ഗൂഢാലോചനയാണിതെന്ന് മനസ്സിലായില്ലേ? അതിനൊക്കെ പരിഹാരമുണ്ടാക്കാം. നിങ്ങൾ വാ. ചെറിയാച്ചൻ അനിതയുടെയും ജാസ്മിൻ്റെയും തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു. അടുത്ത ഭാഗം നാളെ.